അപ്പോൾ ഇന്നലത്തെ കോവിഡ് അവലോകന റിസൾട്ടുകൾ ഇന്നിപ്പോൾ ശനിയും ഞായറും വീണ്ടും കൂട്ടിക്കെട്ടൽ എന്ന് പറയുന്ന ആ മാരകമായ പ്രയോഗം ഗവൺമെൻറ് തുടർന്നു പോവുകയാണ്. ഇന്നലെയും 10 പോയിൻറ്റ് സംതിങ്ങിൽ നിങ്ങളുടെ ഈ പറയുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്ന ഈ വിവരക്കേടിൻ്റെ റേറ്റ് തോത് 10 തന്നെ നിൽക്കുകയാണ്. അത് ഇങ്ങനെ തന്നെ നിൽക്കും. അത് കാര്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ളതാണ്. നിങ്ങളുടെ ഈ ടെസ്റ്റുകളുടെ അപര്യാപ്തതയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ടെസ്റ്റുകൾ നിങ്ങൾ കള്ളമൊന്നും കാണിക്കേണ്ട. ടെസ്റ്റുകളെന്ന് പറയുന്നത് ആകെ അശാസ്ത്രീയമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില കുറവുകളുണ്ട്. അതെല്ലാം കൂടെ ടോട്ടലായിട്ടൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെ ഇത്രയൊക്കെ ടെസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു 10 ഇടയ്ക്കൊക്കെ നിൽക്കും. ഒന്നുകിൽ നിങ്ങൾ ടെസ്റ്റുകളിൽ കുറവ് വരുത്തണം, അല്ലെങ്കിൽ ടെസ്റ്റുകൾ കുറേ കൂടെ കൂട്ടണം. രണ്ടായാലും ഇതിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞില്ലേ, ഇതിൽ ഏതെങ്കിലും കുറേ ടെസ്റ്റുകൾ അങ്ങ് പിൻവലിച്ചിട്ട് വേറെ എങ്ങനെ ടെസ്റ്റുകൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അല്ലാതെ ഈ ടെസ്റ്റ് ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഒരു ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ തന്നെ വായിച്ചപ്പോൾ നമുക്കറിയാം, പണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ ഈ ആദ്യഘട്ടത്തിൽ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അവരെ ചെക്ക് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കടത്തി അവർ ഇങ്ങോട്ട് രോഗം കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി. അതൊക്കെ ഒരു പ്രതിരോധ നടപടിയായിരുന്നു. അന്ന് ഇറ്റ് വാസ് ജസ്റ്റിഫൈഡ്. ഇപ്പോൾ നമ്മളങ്ങനെ ആരും തടഞ്ഞു നിർത്തുന്നില്ല, ഇങ്ങോട്ട് ആർക്കും വരാം. അതേസമയം കേരളത്തിൽ നിന്ന് പോകുന്നവരെ അന്ന് ഇതൊരു വടിയുമായിട്ട് നിന്ന് ബോർഡറിൽ നിന്ന് അടിച്ച് ഓടിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മാംഗ്ലൂരിൽ ചികിത്സയിലിരിക്കുന്ന രോഗികൾ മരിച്ചു. കൊലപാതക കേസ് എടുക്കേണ്ടതാണ്. ഇതൊരു അപ്പയുടെ കാര്യം ചെയ്താൽ ഇങ്ങനൊരു രോഗം തന്നെ ഇല്ല. ആ രോഗമായിട്ട് ചികിത്സിക്കാൻ പോകുന്ന ആളുമല്ല. സ്ഥിരമായിട്ട് മാംഗ്ലൂരിൽ ചികിത്സിക്കുന്ന ആളിൽ അവരുടെ രോഗ ചികിത്സയ്ക്കായിട്ടുള്ള സ്ഥിരം ഡോക്ടറെ കാണാൻ പോയപ്പോഴത്തേക്ക് അതിന് സമ്മതിക്കില്ല, അവർ വഴി വെച്ച് മരിച്ചു. ആൻഡ് ഇറ്റ് ഇസ് എ മർഡർ. അതങ്ങനെ സംഭവിച്ചു. അതൊരു കർണാടക ഗവൺമെൻറ് ചെയ്ത മർഡറാണ്. ഇപ്പോൾ അതിന് സമാനമായിട്ട് എല്ലാ സംസ്ഥാനത്തു നിന്നും ഈ ബാംഗ്ലൂരിൽ വരുന്ന അല്ലെങ്കിൽ കർണാടക സംസ്ഥാനത്ത് വരുന്നതിന് വേറെ പ്രത്യേകിച്ച് വിലക്കുകളൊന്നുമില്ല. ഇവിടെ നിന്ന് ചെല്ലുന്നവർ ഒന്നുകിൽ കോവിഡ് RT-PCR സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെല്ലണം, നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെല്ലണം, അല്ലെങ്കിൽ 2 വാക്സിനേഷൻ കഴിഞ്ഞതിൻ്റെയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ കള്ള സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലാതെ നമുക്ക് ബാംഗ്ലൂർ പോകാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ബാംഗ്ലൂർ പോകണമെങ്കിൽ ശിവകുമാറിനെയോ പിണറായി വിജയനെയോ മറ്റോ സമീപിച്ച് ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരണമെന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തെ മാത്രം അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്? കേരളത്തിന് മാത്രം ഇങ്ങനെ ഒരു ദുർഗതി ഉണ്ടായിരിക്കുന്നത്? നമ്മൾ അത്ര ഒരുപാട് മലയാളികൾ ബാംഗ്ലൂരുള്ളതാണ്. ഇപ്പോൾ ഈ IT ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് പേര് ആൾക്കാർ ഇപ്പോൾ കർണാടക സംസ്ഥാനത്ത് നമുക്കുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുകയും അവരെ വഴിവെക്കിൽ തടഞ്ഞു നിർത്തുകയും അവിടെ വെച്ച് പരിശോധിക്കുകയും അവരെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആയിട്ട് വാങ്ങുകയും, അപ്പോൾ അവിടെ അടുത്തെങ്കിലും ഈ ശിവകുമാറിനെ കണ്ടുപിടിച്ച് അവിടെ ആ ബോർഡറിൽ തന്നെ ഇരുത്താണെങ്കിൽ അയാൾ കള്ള സർട്ടിഫിക്കറ്റും കൂടെ ഫോർജ് ചെയ്ത് കൊടുക്കും. എവറിത്തിങ് ഈസ് ഫോർജ്ഡ്. ഇതെല്ലാം ഈ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ ഫോർജ്ഡാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സയൻറ്റിഫിക്. എന്തൊരു ലോകത്താണ് നമ്മൾ വി ലിവ് ഇൻ എ വേൾഡ് ഓഫ് ഫോർജറിയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അതാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കേരള സിറ്റുവേഷൻ. ഇന്നലെ 140 പേര് മരിച്ചു. എന്തുകൊണ്ടാണ് ഇപ്പോൾ 140 അങ്ങനെ റൈസ് ചെയ്ത് വരുന്നത്? എന്തുകൊണ്ടാണ്? ലക്ഷ്യം ഇത് തന്നെയാണ്, ധനസഹായം എന്ന ഒരു ടാർഗറ്റിലെത്തുക. അപ്പോൾ അതിൽ നമ്മുടെ ഓഹരി കിട്ടുക. ഇതിനകത്ത് വരുന്ന ഏറ്റവും ദയനീയമായ കാര്യം എന്താണെന്നറിയാം? ഈ ധനസഹായമൊക്കെ നേരത്തെ പ്രോമിസ് ചെയ്തതിൻ്റെ പേരിൽ പ്രോമിസ് ചെയ്തതിൻ്റെ പേരിലാണ് ഇവിടെ സുപ്രീം കോടതി കേസ് പോയതും. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വെർഡിക്റ്റ് കിട്ടിയാൽ ആ ധനസഹായം കൊടുക്കാൻ ഇതൊക്കെ ഒരു ഒത്തുകളിയാണ്. പ്രധാനമന്ത്രിക്ക് അതൊരവസരമായി തീരുമെന്നുള്ളതും. അതുപോലെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനോട് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് നിങ്ങൾ സമരം ഉണ്ടാക്കിക്കോ, കൂടുതൽ പേരെ ഇൻഡക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സമരം ഉണ്ടാക്കിക്കോ, അപ്പോൾ നമുക്കും അതൊരു സൗകര്യമാണ് ആളെ കൂടുതലായിട്ട് ചേർക്കാൻ. ഇതൊരു ഒത്തുകളിയാണ്, വളരെ കൃത്യമായിട്ട് ഒത്തുകളി. നമ്മുടെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഒരുപാട് ഒത്തുകളികളുണ്ട്. ആ തരത്തിലുള്ള വളരെ വൃത്തികെട്ട ഒരു മാച്ച് ഫിക്സിംഗ് ആണ്, ഒരു ഒത്തുകളിയാണ്. അതായത് ഗവൺമെൻറ്റിന് സൗകര്യം ഉണ്ടാണെങ്കിൽ എന്ത് വേണം? പ്രതിപക്ഷം ഇത് ആവശ്യപ്പെടണം. ആളുകളുടെ എണ്ണം കുറയുന്നതായിട്ട് ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവരണം.
ആക്ഷേപം ഉയർത്തിക്കൊണ്ട് വന്നാൽ അത് ശരിയാകും. അപ്പോൾ ആ തരത്തിൽ വളരെ വൃത്തികെട്ട ഒരു കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ ഇന്നലത്തെ പ്രധാനപ്പെട്ട 2 വാർത്തകളെന്ന് പറയുന്നത്, ഒന്ന് കിറ്റക്സിൻ്റെ കാര്യമാണ്. കിറ്റക്സിനെ പൊളിച്ചടുക്കി കൊടുത്തു. ഈ ചാനൽ ചർച്ചയിൽ വന്നപ്പോഴത്തേക്ക് ഗോകുലം ഗോപാലൻ്റെ ചാനലിൽ ഇദ്ദേഹത്തെ ഈ പറഞ്ഞില്ലേ ഒരു സ്ട്രെച്ചറിലാണ് എടുത്തുകൊണ്ട് പോയത്. അത് അവതാരകൻ വിളിച്ചു വരുത്തിയ ആംബുലൻസിലാണ് ഈ സാബു ജോർജിനെ എടുത്തുകൊണ്ട് പോയത്. പക്ഷേ അയാൾ പറഞ്ഞ മുഴുവൻ കള്ളമായിരുന്നു. അത് സംസാരിക്കാനായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പിന്നീട് വരാം. അത് കിറ്റക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു ഇഷ്യൂ ആണ്. നമ്മുടെ എക്കോണമിയായിട്ട് ബന്ധപ്പെടുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. ആ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകാരൻ നേരിട്ട് വന്ന് ഒരു പഞ്ചായത്ത് പിടിച്ചെടുക്കുന്ന ഇഷ്യൂ ഉണ്ട്. അത് നമ്മുടെ പൊളിറ്റിക്കൽ എക്കോണമിയുമായിട്ടും പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഈ NGOസിനെ പോലെ തന്നെ വിദ്രോഹകരമായ ഒരു രാഷ്ട്രീയ പ്രവേശമാണ്. NGOസിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു താല്പര്യമുണ്ട്. അതാണ് കിറ്റക്സിൻ്റെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ വരാം. അതിന് സമയം ആയില്ല. അതിന് മുമ്പാണ് ഈ വാർത്തകൾ കടന്നു വരുന്നത്. നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഏറ്റവും കൗതുകകരമായ വാർത്ത എന്ന് പറയുന്നത് മയൂഖ ജോണി അവിടുത്തെ റൂറൽ SP പൂങ്കുഴലിക്കെതിരെയും ആളൂർ CIക്കെതിരെയും മയൂഖ ജോണിയുടെ ക്ലയൻറ്റ് കക്ഷി കൊണ്ട് പരാതി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ പരാതി 2 തരത്തിലാകാം. അതായത് ന്യായമായും പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് പൂങ്കുഴലി ആ കേസ് അട്ടിമറിച്ചു എന്നുള്ളതാണ്. SP പൂങ്കുഴലി ആ കേസ് അട്ടിമറിച്ചു. മറ്റേ ആളൂർ CIയും അട്ടിമറിച്ചു. ഇവിടെ ഇപ്പോൾ ആളൂർ CIയോ പൂങ്കുഴലിയോ പത്രങ്ങളോ ഒന്നും തന്നെ ഈ പറഞ്ഞ ഈ ഇമ്മാനുവൽ സയോണിസ്റ്റ് സഭയെക്കുറിച്ചൊരു അക്ഷരം മിണ്ടുന്നില്ല. ഇതെന്താണ്? സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു രോഗമാണ്. ഇറ്റ് ഇസ് എ ഡിസീസ് ദാറ്റ് എഫക്ട്സ്. ഇപ്പോൾ ഈ നമ്മളീ പറയുന്ന ഈ കൃത്രിമമായിട്ടൊരു മോർബിഡിറ്റി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും രൂക്ഷമായ ഒരു പ്രശ്നമാണ് ഇത്. അതാതിടങ്ങളിൽ അവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നെങ്കിൽ പോലും ഇത് ചെയ്യുന്ന സാമൂഹ്യമായിട്ടുള്ള ഈ നമ്മുടെ ഒരു ദുരിതം എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാനാവില്ല. കുറേയധികം ഫാമിലികളെ ഇവരങ്ങ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് പറയട്ടെ, അത് അവരല്ല എന്ന് അവർ കോടതി തരിക. എന്നിട്ട് അതിനെക്കുറിച്ച് യാതൊരു ശബ്ദവും മാധ്യമങ്ങൾക്കില്ല. മാധ്യമങ്ങളുടെയൊക്കെ നാവറുത്ത് വരും. നിങ്ങൾ ഈ നീതി നടപ്പിലാക്കാൻ വേണ്ടി കുരയ്ക്കുന്ന ചാനലുകളാണല്ലോ. ഇത് വന്ന ഏഷ്യാനെറ്റിലാണ്. അതിൽ വലിയ മിടുക്കനായിട്ടുള്ള ഈ ആരുടെയൊക്കെ തന്തയെ നിശ്ചയിക്കുന്ന ഒരു ചാനൽ വിദഗ്ധനുണ്ട്. ആ ചാനൽ വിദഗ്ധൻ ഈ സയോണിസ്റ്റ് സഭയെക്കുറിച്ച് വ്യക്തമായൊരു അഭിപ്രായം പറയാം. നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഏഷ്യാനെറ്റ് ചാനലിൽ അഭിപ്രായമുണ്ടോ? നിങ്ങൾ പലതിലും കയറി അഭിപ്രായം പറയുന്നുണ്ടല്ലോ. അഭിപ്രായം ഇല്ലാത്തവൻ എങ്ങനെയാണ് ഒരു മാധ്യമം നടത്തുന്നത്? ശരിയേത് തെറ്റേത് എന്ന് നിശ്ചയമില്ലാത്തവൻ എങ്ങനെയാണ് മാധ്യമം? നിങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ കിരൺകുമാർ കുഴപ്പക്കാരനാണെന്ന് പറയുന്നല്ലോ. കിരൺകുമാറിനെക്കാളും വലിയ സാമൂഹ്യ ദ്രോഹം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെ പറ്റി നിങ്ങൾക്ക് ഒരു വാക്ക് പറയാൻ കഴിയാത്തത്, ഒരു മാധ്യമത്തിന് അതിനെപ്പറ്റി മിണ്ടാൻ കഴിയാത്തത് എന്താണ്? ഈ സയോണിസ്റ്റ് സഭ എന്ന് പറയുന്നത് അതെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് പടർത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസം എന്താണ്? അവിടെ നിങ്ങളുടെ ചാനലിൻ്റെ നിലപാടെന്താണ്? അത് നിങ്ങളുടെ ചാനലിൽ പറയാൻ പറ്റുമോ? അത് ഈ കേസുമായിട്ട്, ഈ പെൺകുട്ടിയുടെ റേപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല. ഇറ്റ് ഇസ് സെറ്റ് അനദർ തീം. അത് ഒരു പേഴ്സണലായിട്ട് ബിറ്റ്വീൻ എ പേഴ്സൺ ആൻഡ് അനദർ പേഴ്സൺ, ആ തരത്തിൽ നമുക്ക് അതിനെ മാറ്റി നിർത്തിയിട്ട് ഇവർ 2 വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും ആ 2 വിഭാഗം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് വന്നവരാണെന്നും ഇവർ ആദ്യം ഒരു അവതാര പുരുഷനെ അവതരിപ്പിച്ചുവെന്നും അയാൾ പറഞ്ഞില്ലേ മരിച്ചതോടുകൂടി അയാൾ പറഞ്ഞു വന്ന കഥകളെല്ലാം പൊളിഞ്ഞു വീണുവെന്നും അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് റിവൈവ് ചെയ്ത് കൊണ്ടുവരികയാണെന്നും അവിടെ കോടിക്കണക്കിൻ്റെ സ്വത്ത് ഒരു ട്രസ്റ്റിൽ സമാഹരിച്ചിട്ടുണ്ടെന്നും ഈ സ്വത്തിനെ ചുറ്റിപ്പറ്റി സ്വന്തം ഈ കിടപ്പാടങ്ങളും അതുമൊക്കെ വസ്തുവകളും വിറ്റ് വന്ന അവരുടെ ഒരു കോളനി ഉണ്ടെന്ന് അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇനി ഇവിടെ തന്നെ എന്നുള്ള രീതിയിൽ സഭാവിശ്വാസികളായിട്ട് നിൽക്കുന്ന ഒരു ദുർഗതി അവർക്കുണ്ട്. അതുകൊണ്ട് അവരിനിപ്പോൾ വിശ്വാസികളായിട്ട് തന്നെ നിൽക്കും. അവർ ഫൈറ്റ് ചെയ്യും. അവർ സഭയെ നിലനിർത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഓരോന്നിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ മൈൻഡ് കൺട്രോളിലൂടെ ഈ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ചിന്താഗതിയെ കെടുത്തുന്ന ഈ തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ അനുവദനീയമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥയുണ്ട്. ആ പ്രശ്നത്തിലേക്ക് ഇത് ഈ പെൺകുട്ടിയുടെയും ബലാത്സംഗത്തിൻ്റെയും അതിൻ്റെ ശിക്ഷയുടെയും കാര്യം നമ്മൾ മാറ്റിവെക്കുക. അത് പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് അതിൻ്റെ രീതിയിൽ അന്വേഷിക്കും. ഇത് രണ്ടും കൂടെ കലർത്തേണ്ട കാര്യമില്ല. കലർത്തേണ്ട ഒരു സന്ദർഭം വരും. എന്തുകൊണ്ട് ഈ കുട്ടി ഇത്രയും നാൾ
അത് 2017 ഇയാൾ മരിക്കുന്നു. ഈ കുട്ടി 2018 വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചപ്പോഴും സ്പ്ലിറ്റ് ഉണ്ടാകുന്നില്ല. അത് കഴിഞ്ഞ ശേഷം സ്പ്ലിറ്റ് ഉണ്ടാകുന്നു. സ്പ്ലിറ്റ് ഉണ്ടായപ്പോഴത്തേക്ക് 2021 പരാതി വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ചില ഭാഗങ്ങൾ റിലവൻ്റായിട്ട് വരും. പക്ഷേ അത് നമ്മുടെ ഇതല്ല, അത് പോലീസിൻ്റെ അല്ലെങ്കിൽ കോടതിയുടെ ഇതിൽ വിട്ടുകൊടുക്കുക. പക്ഷേ റേപ്പാണ്. റേപ്പ് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ സഭ മറ്റൊന്നാണ്. ആ സഭ എങ്ങനെയാണ് മനുഷ്യനെ കെടുത്തുന്നത്? ഒരു കെട്ട ജീവിതം ഒരു ഏരിയയിൽ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഏരിയയിൽ, അതായത് കെട്ടുപോയ ഒരു മസ്തിഷ്ക ജീവിതം ഒരു ഏരിയയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയും ആ തരത്തിൽ ഒരു വല്ലാത്ത ഒരു അർബുദം പോലെ ഇത്തരം പ്രസ്ഥാനങ്ങൾ വളർന്നു കയറുകയും ചെയ്യും. അങ്ങനെ വളർന്നു കയറുകയും ചെയ്യുമ്പോഴാണ് വർത്തമാന പത്രങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇന്നലത്തെ ഈ പറഞ്ഞില്ലേ ഈ ഇവരുടെ കണ്ടുപിടുത്തം, അതായത് ആളുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ധനകാര്യ ലാഭത്തിന് വേണ്ടി ശിവകുമാറിൻ്റെ പക്ഷം, അതായത് ഇവിടെ ഇങ്ങനെ ശിവകുമാർ, കേരളത്തിലൊരു ശിവകുമാറിൻ്റെ കുറവ് പരിഹരിക്കുന്നത് മാമൻ മാത്യു എന്ന് പറയുന്ന മനോരമ പത്രാധിപരാണ്. അപ്പം മാമൻ മത്തായിയുടെ പത്രം ഇന്നും പൂർവാധികം വീര്യത്തോടെ എന്താണ് ഗവൺമെൻറ് കണക്ക് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അത്രേ പണ്ട് കണക്ക് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നതാണ്, ഇനിയും കണക്ക് പ്രസിദ്ധീകരിക്കും. ഈ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്ന കണക്കുകളിൽ പറയുന്ന അത്രയും ആൾക്കാരൊന്നും ഇവിടെ കോവിഡ് പിടിച്ച് മരിച്ചിട്ടില്ല. അത്രയും പേര് കോവിഡ് പിടിച്ച് മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റു പല ഇതിന് തെളിവാൻ തരാം. ക്യാൻസർ വീട്ടിൽ മരിച്ചവരെ കോവിഡിൽ ഉൾപ്പെടുത്തണമെന്ന് ICMR പറഞ്ഞിട്ടുണ്ട്. കീമോതെറാപ്പി കഴിഞ്ഞവർ കോവിഡ് ഡെത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ICMR പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ മറ്റുള്ള രോഗികളൊന്നും കാണില്ലല്ലോ. ലിവർ ഡിസീസ് ഉള്ളവരുണ്ട്, റീനൽ ഫെയിലിയറുണ്ട്. അതൊന്നും യഥാർത്ഥമായിട്ടുള്ള മരണമല്ല. യഥാർത്ഥമായിട്ടുള്ള മരണം കോവിഡ് പിടിച്ചാണ്. ഈ റീനൽ ഫെയിലിയർ കൊണ്ട് മരിച്ചാലും, ലിവറിൻ്റെ ഫെയിലിയർ കൊണ്ട് മരിച്ചാലും, റെസ്പിറേറ്ററി ഫെയിലിയർ കൊണ്ട് മരിച്ചാലും, ഹാർട്ട് ഡിസീസ് കൊണ്ട് മരിച്ചാലും, എന്തുകൊണ്ട് മരിച്ചാലും അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം കോവിഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോവിഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറയുന്ന നിർദ്ദേശം ICMRൻ്റെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കൂ, ഈ പറഞ്ഞില്ലേ ഗവൺമെൻറ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കണ്ട് അരിശം തീരാഞ്ഞിട്ടാണ് മാമൻ മത്തായി ഇന്ന് ഒരു റൗണ്ട് ഫിഗറാണ് 7000 പേര്. ഇന്നലെ 1000-ൽ ആയിരങ്ങളായിരുന്നു. ഇന്ന് 7000 ഒന്ന് ക്ലിപ്തപ്പെടുത്തി റൗണ്ട് ചെയ്തെടുത്തു. അതാണ് അതിൻ്റെ ആ ക്ലിപ്തത എന്ന് പറയുന്നത്, ആ കണക്കിൻ്റെ ക്ലിപ്തത. മാമൻ മത്തായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അക്കൗണ്ട്സ് വയ്ക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ആധികാരികമായിട്ട് അക്കൗണ്ട്സ് വയ്ക്കണം. പണ്ട് നിങ്ങളുടെ സഹജീവിയായ മറ്റൊരു പത്രം ഇതുപോലെയൊക്കെ തന്നെ നിലവാരത്തിലുള്ളതാണെന്ന് നിങ്ങളെക്കാളും ഭേദമാണ്. അവർ നിങ്ങളുടെ ഈ സർക്കുലേഷനെ പറ്റി നിങ്ങൾ പരസ്യം കൊടുത്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രയോ കോടി ആൾക്കാർ നിങ്ങളുടെ പത്രം വായിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തപ്പോൾ അവരതിനൊരു ബദൽ പരസ്യം കൊടുത്തു. ഈ നിങ്ങളുടെ പത്രം പുല്ല് തിന്നുന്നതെന്നും അല്ല പശു തിന്നുന്നതെന്നും പറഞ്ഞു. അതായത് വെറുതെ കോപ്പികൾ ഇങ്ങനെ അടിക്കുകയാണ്, എവിടെയെങ്കിലും കെട്ടുകൊണ്ട് കളയും, അത് പശു തിന്നുന്നു. അവസാനം പശു പോലും തൊടാതെ വന്നു. അങ്ങനെ ആ തരത്തിൽ ഗതികെട്ട ഒരു പത്രം നടത്തുന്ന മാമൻ മത്തായി നിങ്ങൾ ഈ പറയുന്നതിൻ്റെ വിശ്വാസ്യത, നിങ്ങൾ എന്നേ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു ഇതാണ്. നമ്മളിപ്പോൾ ഒരു മിമിക്രി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ യഥാർത്ഥമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കും. പക്ഷേ നമ്മളത് കണ്ടുകൊണ്ടിരിക്കും, വായിക്കും, രസിക്കും. അതുപോലെയുള്ളൊരു മിമിക്രിയാണ്, അതായത് പത്രപ്രവർത്തനത്തിൻ്റെ ഒരു വൃത്തികെട്ട ഹാസ്യാനുകരണമാണ് മലയാള മനോരമ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട ആൾ ഇളവൊന്നും വിചാരിക്കരുത്. ഒരു VD സതീശൻ പറഞ്ഞു അല്ലെങ്കിൽ മറ്റേ പറഞ്ഞു എന്നും പറഞ്ഞ് ഇളവെന്ന്. ഇതിനൊക്കെ വസ്തുതകളുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കണക്ക് തന്നെ കോവിഡ് ഡെത്തിൻ്റെ കണക്കല്ല. അവർ ICMRൻ്റെ ഗൈഡ് ലൈൻ ഫോളോ ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഒരു വീട്ടിലെ അമ്മയും മകനും കോവിഡ് പിടിച്ച് മരിച്ചു, അവർ രണ്ടുപേരും കോവിഡ് പിടിച്ച് മരിച്ചവരല്ല. അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കണക്കിലാണ്. അപ്പോൾ അത് ഡോക്ടർ ഈ സർട്ടിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരാളിനെ പറഞ്ഞില്ലേ അത് ഈ കോവിഡ് കൺഫേംഡ് അല്ലെങ്കിൽ പോലും കോവിഡ് സംശയിച്ചു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. മറ്റേ ആളിൻ്റെ മരണം അതുകൊണ്ടല്ല, ഇത് കോവിഡെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് ചികിത്സിച്ച് റെംഡെസിവിറും മറ്റുമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും മരിച്ചു. അത്രയേ ഉള്ളൂ. കോവിഡ് ഇല്ലാത്തവർക്ക് കോവിഡിൻ്റെ റെംഡെസിവിറും കോർട്ടിസോസ്റ്റീറോയിഡും കൊടുക്കാൻ പാടില്ല. ഇത് ഈ കഴിഞ്ഞ ഈ കാലത്ത് വ്യാപകമായിട്ടിവിടെ കൊടുത്തിട്ടുണ്ട്. അത് വരുന്നതെന്ന് പറയുന്നത് എൻ്റെ പിഴ എന്ന് ഇവിടുത്തെ വൈദ്യശാസ്ത്ര ലോകം പറയേണ്ട ഒരു കുറ്റകൃത്യത്തിൻ്റെ മുട്ടുകുത്തി നിന്ന് ലോകത്തോട് കൈ ഉയർത്തി വിളിച്ചു പറയേണ്ടുന്ന ഒരവസ്ഥയാണ്
ഇന്ന് ഈ കോവിഡിൻ്റെ കാര്യത്തിൽ കേരളത്തിലുണ്ടായിരിക്കുന്നത്. അത് കാരണം നമുക്ക് കർണാടകത്തിൻ്റെ അതിർത്തി കടക്കാനാകില്ല. മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പം നമ്മളെ ഒരു ഔട്ട്കാസ്റ്റ് പോലെ, ഒരു ഭ്രഷ്ട സമൂഹം പോലെ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു ദുരവസ്ഥ ഇന്ന് വേറെ ഇന്ത്യൻ സംസ്ഥാനത്തിനും ഇല്ല. നമ്മുടെ ഭരണകാര്യസ്ഥതയുടെ മിടുക്ക് കൊണ്ട് സംഭവിച്ചതാണ്. ഈ പറഞ്ഞില്ലേ, അന്തവും കുന്തവും ഇല്ലാത്ത കുറേ ടെസ്റ്റുകൾ അങ്ങനെ ഇൻഡിസ്ക്രിമിനേറ്റായിട്ട് ചെയ്തിട്ട് അതിൽ ഒരു സയൻസും ഇല്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതായത് ഇവിടെ ഞാൻ പല പ്രാവശ്യം എടുത്ത് പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും പ്രഖ്യാതമായിട്ടുള്ള ലാബ് പോലും വരുന്നത് കണ്ടാമിനേറ്റഡ് സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസിൽ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഒരുപാട് ഫാൾസ് പോസിറ്റീവ് വരും. ഇവിടുത്തെ ഇത് കണ്ടാമിനേറ്റഡ് ആണെന്ന് മാത്രമല്ല, ഈ ടെസ്റ്റുകളൊക്കെ തന്നെ അബദ്ധമാണ്. ടെസ്റ്റുകൾ അതിൻ്റെ പ്രൊസീജിയർ ഇപ്പോൾ പറയില്ലേ, ഇൻസ്റ്റൻറ്റ് RT-PCR വന്നിട്ടുണ്ട്. പണ്ട് 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിരുന്ന് വെയിറ്റ് ചെയ്ത് മറ്റേ കളറൊക്കെ നോക്കിയിട്ട് ഈ RNA DNA കൺവേർഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടത്. ഇപ്പോൾ അതല്ല, അരമണിക്കൂർ കഴിയുമ്പോൾ RT-PCR ടെസ്റ്റ് റിസൾട്ട് കൊടുക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിനൊക്കെ എന്താ, എല്ലാ ശാസ്ത്രീയ സങ്കേതങ്ങളെയും പൊള്യൂട്ട് ചെയ്യുന്ന ഈ അവസ്ഥ, മനുഷ്യ ജീവിതത്തെ പൊള്യൂട്ട് ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്, എങ്ങനെയാണ് ICMR നമ്മൾ അറിയണമല്ലോ, ഇതൊന്ന് രഹസ്യമായിട്ട് വെക്കണം. ഇന്നലെ ഇതിൻ്റെ ചെറിയ ചുരുളുകൾ നോർന്നു വന്നു പത്രങ്ങളിൽ. ഡിസ്കസ് ചെയ്യേണ്ടത് ഇതാണ്, എണ്ണമല്ല ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ തരത്തിൽ വിലയിരുത്തുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ, അതായത് അണ്ടർലൈയിങ് കോസ് അത് കണ്ടെത്തണം എന്നാണ് ICMR പറയുന്നത്. അതിൻ്റെ പേരിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അണ്ടർലൈയിങ് കോസ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് അവർ 3 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആദ്യത്തെ ഉദാഹരണം, 40 വയസ്സുള്ള ഒരു പുരുഷൻ ഡയഗ്നോസ്ഡ് വിത്ത് കോവിഡ്, അതായത് കോവിഡ് കൺഫേം ചെയ്തു എന്ന് ഇവർ പറയുന്നത്. ഇവർ ഇനി ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്, കേരളത്തിൽ ആൻറ്റിജൻ ടെസ്റ്റ് കൊണ്ട് കോവിഡ് കൺഫേം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് തന്നെ കോവിഡ് എന്ന് പറയുന്ന ഡയഗ്നോസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയഗ്നോസ്ഡ് വിത്ത് കോവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസൻ മീൻ കോവിഡിൻ്റെ പ്രസൻസ് കണ്ടെത്തിയെന്നുള്ളതാണോ, കൊറോണയുടെ പ്രസൻസ് കണ്ടെത്തിയെന്നുള്ളതാണോ, അതിൻ്റെ ഇൻഫെക്ഷൻ കൺഫേം ചെയ്തെന്നുള്ളതാണോ, ആ ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വർക്ക് ലോഡ് ഇതിനാണെന്നൊന്നും വ്യക്തമല്ല. ഈ കൺഫേംഡ് എന്ന് പറയുന്ന പ്രയോഗത്തിൽ അതവിടെ നിൽക്കട്ടെ, നമ്മൾ സമ്മതിക്കുന്നു, വി കൺസീവ് ഹി ഈസ് എ കോവിഡ് ഇൻഫെക്റ്റഡ് പേഷ്യൻറ്റ്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ 3 ഇത് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത്, പിന്നെ ഈ അണ്ടർലൈയിങ് കോസ് എന്ന് പറയുന്നത്, പിന്നെ ഇതിനൊരു പീരീഡ്, മരണത്തിന് വേണ്ടുന്ന ഒരു പീരീഡ്. ഈ 3 പട്ടികയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് ഇഞ്ചുറി ഓർ കോംപ്ലിക്കേഷൻ. അപ്പോൾ അസ്തീനിയ, ഹാർട്ട് ഫെയിലുവർ, ക്രോണിക് റെസ്പിറേറ്ററി ഡിസ്ട്രസ്. ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകണമെങ്കിൽ അതൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസാണ്, അത് അടിസ്ഥാനപരമായിട്ടുള്ള കോസല്ല. അതുകൊണ്ട് ഹാർട്ടിൻ്റെ ഇതാണ്. നിങ്ങൾ ക്രോണിക് ഹാർട്ട് ഡിസീസ് ഉള്ള ആളായാൽ പോലും അത് ഹാർട്ട് ഡിസീസായിട്ട് നിങ്ങൾ കണക്കാക്കില്ല. പിന്നെ അസ്തീനിയ ആൻഡ് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, അത് ഈ പറഞ്ഞതുപോലെ ക്രോണിക് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിസീസ്. അപ്പോൾ അതിനാണ് ആൻറ്റിസിഡൻറ്റ് കോഴ്സ് എന്നും പറഞ്ഞ്, ഇത് ഇമ്മീഡിയറ്റ് ആണ്, ഇത് ആൻറ്റിസിഡൻറ്റ് കോഴ്സ് എന്നും പറഞ്ഞ് രണ്ടാമത്തെ ഭാഗം വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഈ ആദ്യം പറഞ്ഞ, നിങ്ങളിപ്പോൾ പറയില്ലേ, നിങ്ങൾക്ക് ഹാർട്ട് ഫെയിലിയർ വരുന്നു, നിങ്ങൾക്ക് റെസ്പിറേറ്ററി ഫെയിലിയർ വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തളർച്ചയും ബോധക്ഷയവും ഒക്കെ സംഭവിക്കുന്നു, പെട്ടെന്ന് നിങ്ങൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇതൊന്നും മരണകാരണമായിട്ട് എടുക്കുന്നില്ല, ആരും മരണകാരണമായിട്ട് എടുക്കുന്നില്ല. പിന്നെ രണ്ടാമത് വരുന്ന ഇമ്മീഡിയറ്റ് കാസ് കഴിഞ്ഞിട്ട് ആൻറ്റിസിഡൻറ്റ് കാസ് എന്ന് പറയുന്നതാണ് ഒരു അണ്ടർലൈയിങ് കാസ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ബാർ COVID-19. കോവിഡ് നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ARDS എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കോവിഡ് വരുന്നതിന് മുമ്പ് ചിരപുരാതന കാലം മുതൽ തന്നെ ഇവിടെയുള്ളൊരു രോഗമാണ്. അപ്പോൾ നിങ്ങൾ മരിക്കുന്ന കാരണം
ഒരു പക്ഷേ അത് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് റെസ്പിറേറ്ററി അസിഡിയോസിസ്, അതായത് ഈ റെസ്പിറേറ്ററി അസിഡിയോസിസ് എന്ന് പറയുന്ന റെസ്പിറേഷൻ്റെ ഇതിൽ ഈ ആസിഡിൻ്റെ കൂടുതൽ കൊണ്ട് വരുന്ന ഒരു പ്രശ്നത്തെയാണ് റെസ്പിറേറ്ററി അസിഡിയോസിസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ARDS എന്ന് പറയുന്ന റെസ്പിറേറ്ററി അക്യൂട്ടായിട്ടുള്ള സിൻഡ്രോം ഉണ്ടാകും. അത് മരണകാരണമാകാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ COVID-19 കൂടെ അങ്ങ് അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ മരണം നടക്കുന്നത് റെസ്പിറേറ്ററി അസിഡിയോസിസ് ആണ് നിങ്ങൾ തെളിഞ്ഞു കാണുന്ന ഈ പ്രത്യക്ഷമായ കാരണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, അല്ലെങ്കിൽ അതിനാണ് ആൻറ്റിസിഡൻറ്റ് കോസ് എന്ന് പറയുന്നത്. പിന്നെ അതർ മോർബിഡിറ്റീസ് ആകാം. അപ്പോൾ ഇതിനൊരു പീരീഡ് കൊടുക്കുന്നുണ്ട്. അതായത് ഈ റെസ്പിറേറ്ററി അസിഡിയോസിസ് കണ്ട് 2 ദിവസത്തിനുള്ളിൽ രോഗി മരിക്കണം. രോഗി മരിച്ചാൽ മാത്രമേ ഇത് നിങ്ങൾ ഈ ARDSൻ്റെയോ കോവിഡിൻ്റെയോ മരണമാണ്. ഇവിടെയും ARDS/COVID-19 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് കനോട്ട് ബി 10% കോവിഡ് ഡെത്ത്. അതായത് കോവിഡ് കൺഫേം ചെയ്ത കേസാണ്. കോവിഡ് കൺഫേം ചെയ്ത കേസിലും മരണകാരണം ആൻറ്റിസിഡൻ്റ് കാസ് എന്ന് പറയുന്നത്, അതായത് അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ആകാം. അപ്പോൾ ഈ അക്യൂട്ടായിട്ടുള്ള ഈ രോഗം, റെസ്പിറേറ്ററി ഡിസ്ട്രസിൻ്റെ ഈ രോഗമുള്ള ഒരാൾക്ക് സംഭവിക്കുന്ന മരണമാണ്. ആ മരണത്തിൽ പിന്നെ കോവിഡ് രണ്ടാമത് കടന്ന് ചെല്ലുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഈ രണ്ടും കൂടെ എടുക്കുക. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത് അത് അക്യൂട്ടാണ്, ക്രോണിക് അല്ല, സമ്മതിക്കുന്നു. എന്നാൽ പോലും ഇതിൽ ഏതായിരിക്കും ഈ പറഞ്ഞതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നത്, ആസന്നമായിട്ട് രണ്ടാമതായിട്ട് വരുന്ന ഏതായിരിക്കും, രണ്ടാമതായിട്ട് നിങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഏതായിരിക്കും? അതാണല്ലോ ഇമ്മീഡിയറ്റ് കാസായിട്ട് പറയേണ്ടത്. അങ്ങനെ വരികയാണെങ്കിലും ഈ ARDS ആണ് അണ്ടർലൈൻ കാസ്. കോവിഡ് അതിൻ്റെ അനുബന്ധമായിട്ടേ വരുന്നുള്ളൂ. അതിൻ്റെ അണ്ടർലൈൻ കാസ് നിങ്ങൾ ഈ കൺഫേം ചെയ്തിരിക്കുന്ന കേസിൽ പോലും നിങ്ങളിത് കോവിഡ് കേസായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ, അത് അണ്ടർലൈൻ കാസ് ആവണമെന്നുണ്ടെങ്കിൽ അത് രണ്ടാമത് വരുന്ന ഏറ്റവും ഒടുവിലത്തെ കാരണമായ പോരാ, അണ്ടർലൈങ് ആകണം. ഇത് രണ്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം അതുണ്ടാകുന്നുണ്ട്. അത് COVID-19 എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഉണ്ടാകുന്നുണ്ട്. ഒരു സിൻഡ്രോമാണ്, ഒരു രോഗമാണ്, അല്ലെങ്കിൽ ഒരു രോഗലക്ഷണമാണ്. അത് കാണുന്നു. അത് COVID-19 എന്നും കൂടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു റെസ്പിറേറ്ററി സിൻഡ്രോമിൻ്റെ അല്ലെങ്കിൽ റെസ്പിറേറ്ററി അസിഡിയോസിൻ്റേതായിട്ടുള്ള ഒരു ഇതിൻ്റെ കാരണത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഇത് രോഗലക്ഷണം മാത്രമായിട്ട് നിങ്ങൾ ARDSനെ കണ്ടാൽ പോലും ആ ARDSന് അടിസ്ഥാനമായിട്ട്, ARDS എന്ന് പറയുന്ന ആദ്യമായിട്ടുണ്ടാകുന്നല്ലോ, കോവിഡ് വന്നതിന് ശേഷം ലോകത്തുണ്ടാകുന്നൊരു കാര്യമല്ലല്ലോ, ചിരപുരാതനമായ ഒരു സിൻഡ്രോമാണ്, അത് രോഗമാണ്, രോഗലക്ഷണമാണ്. അപ്പോൾ അതിനാധാരമായ ഒരു അണ്ടർലൈങ് റെസ്പിറേറ്ററി ഡിസീസ് അവിടെ ഉണ്ട്. ഒരു അണ്ടർലൈങ് റെസ്പിറേറ്ററി ഡിസീസ് ഇല്ലെങ്കിൽ ഈ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ടാകണമെന്നില്ല. അതായത് കോവിഡിന് മുമ്പും ഈ ARDS ഉണ്ടായിരുന്നു. ARDS എന്ന് പറഞ്ഞാൽ കോവിഡിന് ശേഷം ഉണ്ടായ പുതിയൊരു രോഗമല്ല, പുതിയൊരു ലക്ഷണമല്ല. റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ശ്വാസ തടസ്സം മൂലം ഉണ്ടാകുന്ന ഉപദ്രവം എന്ന് പറയുന്നത് കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യത്ത്, അതിന് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമിൻ്റെ റെസ്പിറേറ്ററി ഡിസ്ട്രസിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ അതിൻ്റെ ശ്വാസതടസ്സത്തിൻ്റെ അതിൻ്റെ ആ ഒരു പരവേശത്തിൻ്റെയൊക്കെ ഇതാണ്. അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ, പല ഘട്ടങ്ങളിലും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടല്ലോ. അത് കോവിഡ് കൊണ്ട് തന്നെ ഉണ്ടാകണമെന്നില്ല. അത് കോവിഡാണ് അതിൻ്റെ അണ്ടർലൈൻ കാസ് നിങ്ങൾ പറയുന്നതിൻ്റെ യുക്തി എന്താണ്? യു ആർ എ കോവിഡ് പേഷ്യൻറ്റ്, ഇറ്റ് ഈസ് അഡ്മിറ്റഡ്, കൺസീഡഡ്. അത് അബദ്ധമാണ്, നിങ്ങളുടെ ഡയഗ്നോസിസ് അബദ്ധമാണെങ്കിൽ പോലും നിങ്ങൾ ഇതിരിക്കുന്ന കൺഫർമേഷൻ അംഗീകരിച്ചാൽ പോലും ഈ പറയുന്നത് പോലെ ഈ ശ്വാസതടസ്സത്തിൻ്റെയും വിമ്പിഷ്ടത്തിൻ്റെയും ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് രോഗമായിട്ടല്ല, രോഗലക്ഷണമായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ പോലും അതിന് കാരണം COVID-19 നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും? അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് വേറെ പലതരത്തിലുള്ള മോർബിഡിറ്റീസ് ഉണ്ടാകാമെന്നും പറയുന്നുണ്ട്.
അതൊക്കെ തള്ളിക്കളയണമെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ മോർബിഡ് കൺഫേം ചെയ്തൊരു കേസിലാണ്. അത് തന്നെ അക്സെപ്റ്റബിൾ അല്ല. യു കനോട്ട് കൺഫേം ദാറ്റ് ദിസ് ഈസ് എ കോവിഡ് ഡെത്ത്. ഇതൊരു റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആണ് എന്നുള്ളത്, ആ റെസ്പിറേറ്ററി ഡിസ്ട്രസിൻ്റെ അണ്ടർലൈൻ കാസ് COVID-19 ആണെന്ന് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റനവധി കാരണങ്ങൾ കൊണ്ട് ഇയാളിതിപ്പോൾ അക്യൂട്ടാണോ ക്രോണിക് ആണോ എന്ന് അയാളുടെ ഹിസ്റ്ററി പരിശോധിച്ചാലേ അറിയാൻ പറ്റും. നിങ്ങൾ ശ്വാസ തടസ്സവും പരവേശവുമായിട്ട് വരുന്നു, അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. നിങ്ങൾ ഏറ്റവും ഒടുവിൽ കഴിച്ച ഏതെങ്കിലും മരുന്നായിരിക്കും അതിനുള്ള കാരണം. അവിടെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത് പോസിറ്റീവ് ആണെന്ന് കണ്ടിട്ട് COVID-19 പോസിറ്റീവ് ആണെന്ന് പറയുന്നത് അങ്ങനെ അത് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നമ്മളങ്ങ് കൺസീഡ് ചെയ്യുക, സമ്മതിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്നു COVID-19 കൺഫേം ചെയ്ത സ്ഥിതിക്ക് ഇനി എല്ലാവരും മരിക്കുന്നത്, എന്ത് അസുഖമായാലും മരിക്കുന്നത് ഇതുകൊണ്ടാണ് കൺഫേം ചെയ്ത സ്ഥിതിക്ക് അത്രയും സമ്മതിക്കാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് എ COVID-19 പേഷ്യൻറ്റ് ആൻഡ് എ നോൺ ഡയബറ്റിസ് പേഷ്യൻറ്റ് പ്രസൻറ്റഡ് വിത്ത് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ്. ഇൻഫ്ലുവൻസ പോലെയുള്ള രോഗവുമായിട്ട് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ അയാൾക്ക് ഹീസ് നോട്ട് ടെസ്റ്റഡ്, അത് കോവിഡ് ടെസ്റ്റ് ചെയ്ത് കോവിഡ് കൺഫേം ചെയ്തിട്ടില്ല. കോവിഡ് കൺഫേം ചെയ്യാത്തതും ഇൻഫ്ലുവൻസ ഉള്ളതും ഡയബറ്റീസ് ഉള്ളതുമായ ഒരു 60 ഇയർ ഓൾഡ് പേഷ്യൻ്റ്, അയാളുടെ മകന് കോവിഡ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ അച്ഛനെ ടെസ്റ്റ് ചെയ്ത് കോവിഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഉള്ളൊരു കേസാണ്. ആ കേസിൽ ഈ ഇമ്മീഡിയറ്റ് കാസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. സം ഇഞ്ചുറി, സം കോംപ്ലിക്കേഷൻ, അസ്തീനിയ, ഹാർട്ട് ഫെയിലിയർ, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്. അപ്പോൾ ആ തരത്തിലുള്ള ഇമ്മീഡിയറ്റ് കാസൊക്കെ ഉണ്ട്, അത് നമ്മൾ കണക്കാക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെയും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ലക്ഷണമായിട്ട് ഈ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ARDS തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആൻറ്റിസിഡൻ്റായിട്ട് മറ്റിടത്ത് ആൻറ്റിസിഡൻ്റായിട്ട് എഴുതിയിരിക്കുന്ന അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആദ്യത്തേതിൽ അത് ആൻറ്റിസിഡൻ്റായിട്ട് എഴുതിയിരിക്കുകയാണ്, അടിസ്ഥാന കാരണമായിട്ട് എഴുതിയിരിക്കുകയാണ് COVID-19 കൂടെ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിനെ ഇമ്മീഡിയറ്റ് കാസായിട്ട് വയ്ക്കുകയാണ്. അക്യൂട്ട് ARDS ഉടനെ ഉണ്ടാകുന്നൊരു ആസന്നമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് കാണിക്കുകയാണ്. ഈ ആസന്നമായിട്ട് ARDS ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെയനുസരിച്ച് തുടങ്ങി ഒരു ദിവസത്തിനുള്ളിൽ മരിക്കണം. അപ്പോൾ ഈ പരവേശമായിട്ട് എത്തുന്ന ആൾ ഒരു ദിവസത്തിനുള്ളിൽ മരിച്ചാലേ അത് കോവിഡ് ആവും. അത് കോവിഡ് കണ്ടെത്തിയിട്ടില്ല. നമ്മൾ കോവിഡ് ഇല്ലാത്ത പേഷ്യൻ്റാണ്, അയാൾക്ക് ഇൻഫ്ലുവൻസ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്. എന്നിട്ട് ആൻറ്റിസിഡൻറ്റ് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ്. ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഒരുപാട് പേരെ 2 തവണയായിട്ട് ഇന്ത്യയിൽ കൊന്നിട്ടുള്ള ഒരു വലിയ പകർച്ചവ്യാധിയാണ്. 1918 പിന്നെ 1950 2 തവണ. ആദ്യത്തത് മാരകമായിട്ട് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധി എന്ന നിലയിൽ ഇന്ത്യ ആക്രമിച്ചിട്ടുള്ള. രണ്ടാമത് പിന്നെ വീണ്ടും വന്നു, അത് നമ്മളൊരു ദിവസം സബ്സൈഡ് ചെയ്ത് പിടിച്ചു തന്നു. അതാണ്. അപ്പോൾ ഇത് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് ഉണ്ട്. അതാണ് പറയുന്നത്. ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പറഞ്ഞില്ലേ, ഒരു ഈ ICMR പോലെയുള്ള ഒരു ശാസ്ത്രീയ ഗവേഷണ കൗൺസിൽ തയ്യാറാക്കുന്നതിൽ വെദർ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ ഓർ നോട്ട്, വൈ കാൺട്ട് ദേ കൺഫേം ഇറ്റ്? ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് എന്ന് പറയേണ്ട കാര്യം എന്താ? ഫസ്റ്റ് കൺഫേം വെദർ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ ഓർ നോട്ട്. അത് ചെയ്യുന്നില്ല. ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ്, ദർ ഇസ് നോ കോവിഡിൻ്റെ ട്രേസസ് അവർ കണ്ടെത്തിയിട്ടില്ല. പിന്നെ കോവിഡ് സസ്പെക്റ്റ്, അതാണ് കോവിഡ് സംശയിക്കുന്നു. ഇതൊരു സംശയ രോഗമാണ്, പാരനോയിയാണ്. ICMR പാരനോയിയ ഇവിടെ വിട്ടിരിക്കുകയാണ്, സംശയിക്കുകയാണ്. കാണുന്നവർക്കെല്ലാം കോവിഡ് ഉണ്ടെന്ന് സംശയിക്കുകയാണ്. എന്നിട്ട് ഇൻഫ്ലുവൻസയും ഡയബറ്റീസും ഉള്ള പേഷ്യൻറ്റിന് ഇൻഫ്ലുവൻസ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് സാധാരണഗതിയിലുള്ള ഡോക്ടർമാർക്കെല്ലാം അറിയാം. ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഓർഗൻസിനെയും കുറേശ്ശെ വളരെ മാരകമായിട്ട് ബാധിക്കുന്ന, വളരെ പതുക്കെ ആണെങ്കിലും സ്ലോ ആയിട്ടാണെങ്കിലും എല്ലാ ഓർഗൻസിനെയും ബാധിക്കുന്ന അതാണ്. ഒരു ഇൻഫ്ലുവൻസയുടെ സിറ്റുവേഷനും കൂടെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് സാധാരണ വൈദ്യശാസ്ത്രം പഠിച്ച ആളുകൾക്കെല്ലാം അറിയാം. എന്നിട്ട് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് എന്ന് പറഞ്ഞ് റെഡ്യൂസ് ചെയ്തിട്ട് കോവിഡ് ഇല്ല എങ്കിലും കോവിഡിൻ്റെ ടെസ്റ്റ് നടത്തി കോവിഡ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല
എന്നാലും നമ്മൾ കോവിഡ് സംശയിക്കണം. കോവിഡ് സംശയിച്ചിട്ട് ഇതിന് 4 ഡേയ്സിനകം ഇദ്ദേഹം മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോവിഡ് ആണെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇതിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, ഇങ്ങനെയുള്ള ആളുകളെ കേരള ഗവൺമെൻറ് കോവിഡ് പേഷ്യൻ്റ് എന്നും പറഞ്ഞ് കോവിഡ് ഡെത്ത് എന്നും പറഞ്ഞ് നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ന്യായമാണോ എന്നുള്ളതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. വളരെ ലളിതമായ ശാസ്ത്രീയ വശമാണ്. അതായത് 60 വയസ്സുള്ള ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ്, അയാൾക്ക് ഇൻഫ്ലുവൻസ വരുന്നു. ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് എന്നും പറഞ്ഞൊരു രോഗമില്ല, ഇൻഫ്ലുവൻസ എന്നും പറഞ്ഞൊരു രോഗമുണ്ട്. ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് എന്ന് പറഞ്ഞ രോഗമില്ല. ഇൻഫ്ലുവൻസയുടെ രോഗലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ ഉണ്ടെന്നുള്ളതല്ലേ ആദ്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. ഹൗ ഹാർഡ് ഇൻഫ്ലുവൻസ ഈസ്. നിങ്ങളൊരു ഏണസ്റ്റ് ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസയുടെ പൊസിഷൻ എന്താണ്, അതെത്ര ഇതാണ്, ഏത് തരത്തിലാണ് രോഗിയെ ബാധിച്ചിരിക്കുന്നത്, എത്രത്തോളം ഉണ്ട് അതിൻ്റെ ശക്തി എന്നുള്ളതല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത്. അത് നോക്കിയിട്ട് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്. എന്നാലും എനിക്കൊരു വലിയ സംശയമുണ്ട്, കോവിഡ് എനിക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല, കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. 60 വയസ്സ് ഉള്ള ആളെല്ലാം പിടിച്ച് കുത്തിയിട്ടുണ്ടോ, ശരീരത്ത് മുഴുവനും പറഞ്ഞില്ലേ, സ്വേദം മുഴുവനും വലിച്ചെടുത്തുകൊണ്ട് പോയി പലയിടത്തായിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എന്തോ അവർക്ക് അതൊരു പോസിറ്റീവ് ആണെന്നൊരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് സസ്പെക്റ്റ് കോവിഡ്. ആ സസ്പെക്റ്റ് എന്ന് പറയുന്ന സസ്പിഷൻ്റെ അടിസ്ഥാനത്തിൽ, സംശയമെന്ന് പറയുന്ന മനോരോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ നിങ്ങൾ കോവിഡ് രോഗിയായിട്ട് പ്രഖ്യാപിക്കുന്നത് അയാളോട് ചെയ്യുന്ന അനീതിയാണ്. നിങ്ങൾ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് കണ്ടു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ കൺട്രോൾ ചെയ്യാനുള്ള മരുന്ന് കൊടുക്കണം. ഇൻഫ്ലുവൻസ കൺട്രോൾ ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുന്നതിന് പകരം ഇൻഫ്ലുവൻസ കൺട്രോൾ ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഇതിന് കോവിഡിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കോവിഡ് സസ്പെക്റ്റ് ചെയ്യുകയാണ്, അയാൾ മരിക്കുകയാണ്. ഹൗ ക്യാൻ ഹി ബി എ കോവിഡ് പേഷ്യൻ്റ് ആൻഡ് ഹൗ ക്യാൻ ഇറ്റ് ബി ഇല്ലസ്ട്രേറ്റഡ് ഓർ ഡെമോൺസ്ട്രേറ്റഡ് ആസ് കോവിഡ് ഡെത്ത്? ഇത് എൻ്റെ നിങ്ങളുടെ സാമാന്യ ബോധത്തിൻ്റെ പ്രശ്നമാണ്, വളരെ സാമാന്യമായിട്ടുള്ള ബോധത്തിൻ്റെ പ്രശ്നമാണ്. ഇൻഫ്ലുവൻസയാണ് പ്രത്യക്ഷമായിട്ടുള്ള രോഗമെങ്കിൽ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് ഇൻഫ്ലുവൻസ അല്ലാതെ വേറൊരു രോഗവും ഇല്ല, കോവിഡ് നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള പ്രശ്നം. അത് നിങ്ങൾ മാറ്റിവെച്ചിട്ട് കോവിഡിനെ കുറിച്ച് നിങ്ങൾ സംശയാകുലനായിരിക്കുന്നു. ആ സംശയാകുലതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ രോഗിയെ കൊല്ലുന്നു. കൊന്നതിന് ശേഷം ഇതൊരു കോവിഡ് ഡെത്താണെന്ന് പറയുന്നു. ഇതാണ് രണ്ടാമത്തെ. ഇത് ICMRൻ്റെ മാനദണ്ഡമാണ്. ഇത് എഴുതി ഉണ്ടാക്കിയവനെ എന്ത് ചെയ്യണമെന്നാണ് ആലോചിക്കേണ്ടത്. അവൻ എത്ര വലിയ വൈദ്യശാസ്ത്ര വിദഗ്ധനാണെങ്കിലും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഈ അസംബന്ധം എഴുതി വെച്ച് മനുഷ്യരുടെ മേൽ ഈ അസംബന്ധ പ്രയോഗം, അവൻ്റെ സംശയം മനുഷ്യൻ്റെ മേൽ പ്രയോഗിച്ചിട്ട് ആളിനെ കോവിഡ് രോഗി, ഒരു തെളിവുമില്ലാഞ്ഞിട്ടും ആളിനെ കോവിഡ് രോഗി എന്ന സംശയത്തിന്മേൽ ഇൻഫ്ലുവൻസയ്ക്ക് ചികിത്സ കൊടുക്കാതെ കൊല്ലുന്ന ഈ പ്രക്രിയ നമ്മുടെ രാജ്യത്ത് അനുവദിക്കപ്പെടണമെന്നുള്ളതാണ് ഈ രണ്ടാം എക്സാമ്പിളിൽ നിന്ന് വരുന്ന പ്രശ്നം. ഞാൻ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പറയാണ് ദർ ഇസ് നോ കോവിഡ് ഉണ്ടോ തെളിയിക്കാൻ വേണ്ടിയുള്ള യാതൊരു മാർഗ്ഗവുമില്ല. അവൻ്റെ അച്ഛന് അവൻ്റെ മോന് കോവിഡ് ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ അച്ഛന് കോവിഡ് ഉണ്ടെന്നുള്ള യാതൊരു തെളിവുമില്ല. അയാൾക്ക് ഇൻഫ്ലുവൻസയാണ്. ഇൻഫ്ലുവൻസയും ഇതൊക്കെ സിമിലറായിട്ടുള്ള സിംറ്റംസാണ്. ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്സേ ഉള്ളൂ. അപ്പോൾ അത് ഇൻഫ്ലുവൻസയാണ്. ഇൻഫ്ലുവൻസയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ന്യൂമോണിയ വരണമെങ്കിൽ ന്യൂമോണിയയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അതെല്ലാം കോവിഡാണെന്ന് സംശയിക്കേണ്ട കാര്യമില്ല. ഇതാണ് ഒരു കോവിഡ് ഡെത്തിൻ്റെ കഥ. ഇത് നിങ്ങൾ കോവിഡ് ഡെത്തായിട്ട് കൗണ്ട് ചെയ്തിട്ടാണ് കേരള ഗവൺമെൻറ് ഇപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതും അങ്ങനെയാണ്. ഇതും കൊണ്ടും പോരാഞ്ഞിട്ടാണ്, വയറ് നിറഞ്ഞിട്ടാണ് പാഷാണം മത്തായിയുടെ കണക്ക് പുസ്തകത്തിൽ ഇനിയും 7000 പേരെ ഉൾപ്പെടുത്താനുണ്ടെന്നുള്ള കണക്ക് വേണ്ടത്. പാഷാണം മത്തായി എന്ന് വെച്ചാൽ അറിയാമല്ലേ, കടപ്പാട്ടൂരപ്പൻ്റെയും മറ്റതും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പിണറായി വിജയൻ്റെയും കെ സുധാകരൻ്റെയും. ഒരു ലക്കം മനോരമയിൽ പിണറായി വിജയൻ, അടുത്ത ലക്കത്ത് കെ സുധാകരൻ. അതാണ് പാഷാണം വർക്ക് എന്ന് പറയുന്നത്, കാലടി ഗോപിയുടെ. അതുപോലെ പാഷാണം മത്തായിയുടെ ഈ കണക്ക് പുസ്തകത്തിൽ ഇതുകൊണ്ട് ഈ സംശയം കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് സംശയം തോന്നിയ ഒരാളിനെ എന്തുകൊണ്ട് കോവിഡ് ഡെത്തായിട്ട് കണക്കാക്കിയില്ല എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ കണക്കാക്കണമെന്ന് ICMR പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ കണക്കാക്കിയിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്താണ് ഈ ഇവിടുത്തെ ശിവകുമാർ ഇന്നലെ 419 കണക്കുണ്ടാക്കിയത്. അല്ലാതെ 149 കണക്കുണ്ടാക്കിയത്. അല്ലാതെ ഇവിടെ 149 പേരൊന്നും കോവിഡ് പിടിച്ച് മരിക്കുന്നൊന്നുമില്ല. എല്ലാവർക്കും അറിയാനിത്.
ഇത് ആരെ കബളിപ്പിക്കാനായിട്ടാണ് ഈ ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കുക. എഴുതി വച്ചിരിക്കുന്നതാണ്, അവർ കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈനാണ്. ഈ ഗൈഡ് ലൈനിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്, വിശ്വാസ്യത എന്താണ്? അതായത് വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നു. നിങ്ങൾ മകനൊരു രോഗമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അച്ഛന് രോഗത്തിൻ്റെ ട്രേസസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അച്ഛന് അങ്ങനെ ഒരു രോഗം ഉണ്ടായേക്കാമെന്നൊരു അനുമാനം നടത്തുന്നു, അല്ലെങ്കിൽ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകും. അതേസമയം അയാൾക്ക് ഡയബറ്റീസും ഇൻഫ്ലുവൻസയും ഉണ്ട്. അതുകൊണ്ടല്ല മരിച്ചത്, നിങ്ങളുടെ സംശയം കൊണ്ടാണ് അയാൾ മരിച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ സംശയം രോഗകാരണമാണ് എന്ന് എഴുതി ചേർക്കണമെന്ന് പറയുന്നവനെ എന്ത് ചെയ്യണം? അത് അങ്ങനെ ചെയ്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ 7000 പേര് എൻ്റെ ആൾക്കാർ ഇതിന് പുറത്തായി പോയേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പാഷാണം മത്തായിയെക്കുറിച്ച് നമ്മൾ എന്ത് പറയണം? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അടുത്തത്, പിന്നെ വേറെ ഒരുപാട് മോർബിഡ് കണ്ടീഷൻസ് ഉണ്ട്. ഇത് കൂടാതെയുള്ള മോർബിഡ് കണ്ടീഷൻസ് ഒന്നും അവർ കണക്കെടുക്കുന്നില്ല. ഇത് പ്രകടമായിട്ട് തെളിഞ്ഞ് കാണുന്ന മാത്രമാണ് ഇതെടുക്കുന്നത്. ARDS ഉണ്ട്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ട്, ഈ കക്ഷിക്ക് ഇൻഫ്ലുവൻസ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്. ഇത്രയുമുള്ള ഒരാൾക്ക് കോവിഡിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലെങ്കിൽ പോലും അയാൾക്ക് കോവിഡ് സംശയിച്ച് നിങ്ങൾ അയാൾ കോവിഡ് രോഗിയായിട്ട് ഉൾപ്പെടുത്തണം എന്ന് ICMR പറയുമ്പോൾ, ഇവിടെ താൻ ഏത് ഈ പറയുന്ന ഡോക്ടറടുത്ത് നിങ്ങൾ ഏത് സർവകലാശാലയിൽ നിന്നാണ് നിങ്ങൾ ഡിഗ്രി തന്നത്, ആ സർവകലാശാലയെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളാണ് കൈക്കൊള്ളേണ്ടത്. ഇങ്ങനെ പറയുന്ന ഒരാളോട് ഇത് സാമാന്യ വ്യക്തിക്ക്, അതായത് റെസ്പിറേറ്ററി ഡിസ്ട്രസ്സാണ് പ്രധാനമായിട്ട് തെളിഞ്ഞു കാണുന്നത്. ഇതിൽ മറ്റതിലാണെങ്കിൽ അത് അടിസ്ഥാന കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ARDS ആദ്യത്തെ ഘട്ടത്തിൽ അടിസ്ഥാന കാരണമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് ഇമ്മീഡിയറ്റ് കാസായിട്ട് പറഞ്ഞിരിക്കുകയാണ് ARDS എന്ന് പറയുന്നത്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്, എന്നാലും ഇൻഫ്ലുവൻസ എന്ന് പറയില്ല. ഇൻഫ്ലുവൻസ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്. ഈ 3 രോഗങ്ങളും ഉണ്ടായി എന്ന് തെളിയിക്കാൻ കഴിയാത്ത കോവിഡിൻ്റെ പേരിൽ നിങ്ങൾ ഇയാളെ മരണത്തിൻ്റെ അടിസ്ഥാന കാരണം കോവിഡാണെന്ന് വിളിക്കുക. കാണിച്ചാൽ അയാളുടെ മോന് പണ്ട് കോവിഡ് ഉണ്ടായിരുന്നത്രേ. എങ്ങനെയുണ്ടെന്ന് നിങ്ങളത് ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ ജോർജ് ഒരു പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഇത് മനുഷ്യൻ്റെ സാമാന്യ യുക്തിയോടുള്ളൊരു വെല്ലുവിളിയാണ്. അതായത് നമ്മുടെ ഒരു സാംസ്കാരിക ജീവിതത്തോട്, നമ്മുടെ ബുദ്ധിശേഷിയോട്, നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു സെറിബ്രൽ പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. അതിൽ നിന്ന് നമ്മൾ അബ്സോർബ് ചെയ്തിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു റാഷണാലിറ്റി ഉണ്ട്, ഒരു മെഡിക്കൽ റാഷണാലിറ്റി ഉണ്ട്. ആ റാഷണാലിറ്റി പ്രധാനമായിട്ട് അലോപ്പതിക്കാർ പറയുന്ന മെഡിക്കൽ റാഷണാലിറ്റി തന്നെയാണ്. അലോപ്പതിയുടെ മെഡിക്കൽ റാഷണാലിറ്റിയെ അടിസ്ഥാനപരമായി ചോദ്യം ചെയ്ത് ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അടിസ്ഥാന കാരണം സംശയം എന്നാണ് എഴുതേണ്ടത്. അടിസ്ഥാന കാരണം കോവിഡ് എന്നല്ല, അടിസ്ഥാന കാരണം കോവിഡ് സംശയം, പ്രോബബിൾ, ഉണ്ടായേക്കാം എന്നുള്ളതിൻ്റെ പേരിൽ, ഉണ്ടായിരിക്കുന്ന രോഗങ്ങളുടെ പേരിലല്ല അയാൾ മരിക്കുന്നത്. ഈ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാകുന്ന ഒരാൾ മരിക്കാൻ അധികം സമയം വേണ്ട. ആ പരവേശവും പരിഭ്രാന്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ തരത്തിൽ ഈ പറഞ്ഞില്ലേ സ്ഥിരമായിട്ടുള്ള ആസ്മാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്, COPD പേഷ്യൻസ് ഉണ്ട്, അങ്ങനെ പല പേഷ്യൻസും ഉണ്ട്. എത്രയോ കാലമായിട്ട് ഈ പറഞ്ഞില്ലേ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കിടക്കുന്ന ആൾ മരിച്ചതായിട്ട് കാണുന്നു. ഡെത്ത് ഹാപ്പൻസ്. അതായത് ഈ റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറയുന്നത് മരണത്തിൽ തന്നെ അല്ല, ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ സംഭവിക്കുന്ന കേസുകളുണ്ട്. ഈ അക്യൂട്ടായിട്ടുള്ള ക്രോണിക്കായിട്ട് ഈ പേഷ്യൻറ്റിന്. അപ്പോൾ ഈ തരത്തിൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ്സും ഇൻഫ്ലുവൻസയും ഡയബറ്റീസും ഉള്ളൊരു പേഷ്യൻറ്റിനെ നിങ്ങൾ ഇല്ലാത്തൊരു രോഗം പറഞ്ഞിട്ട് നിങ്ങളില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നത് കോവിഡ് നോട്ട് കൺഫേംഡ്, അവർ കോവിഡ് നോട്ട് കൺഫേംഡ് ഒന്നുമല്ല, കോവിഡ് നോട്ട് ടെസ്റ്റഡ്, കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. കൊണ്ടുവന്നു കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് തന്നെ വലിയ കള്ളമാണ്. വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ആശുപത്രി കയറുന്നതിന് മുമ്പ് ഈ സ്വേദമൊക്കെ വലിച്ചെടുത്ത് നാക്കൊക്കെ പിഴുതെടുത്തിട്ട് രോഗിയകത്ത് കയറ്റും. അങ്ങനെയാണ് ഇപ്പോഴത്തെ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് എന്തോ അയാളുടെ ഒരു കൊണ്ടിട്ട് അത് കണ്ടാമിനേറ്റഡ് അല്ലായിരുന്നു, അയാളൊരു പ്രത്യേക അവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ വേറെ കണ്ട് അവർക്കത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ
ഈ കൊണ്ടുപോയ അവിടെ നിന്നൊരു കള്ള ടെസ്റ്റിൻ്റെ റിസൾട്ട് കൊടുക്കാൻ പറ്റിയില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. അങ്ങനെ വരെയാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് തെളിയിക്കാൻ കഴിയാതെ വരെയാണെങ്കിൽ നിങ്ങൾ കോവിഡ് പേഷ്യൻ്റായിട്ട് കണക്കാക്കണം. രണ്ടാമത്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ 3, കീമോതെറാപ്പി അഡ്മിറ്റഡ് പേഷ്യൻറ്റ്. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ വന്ന് കീമോതെറാപ്പി ചെയ്ത ഒരു പേഷ്യൻറ്റ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവർ മരിക്കുകയാണെങ്കിൽ എൻ്റെ അടിസ്ഥാന കാരണം കോവിഡാണെന്നാണ്. അതായത് കോവിഡ് നോട്ട് കൺഫേംഡ്. അവിടെയും കോവിഡ് ഇല്ലാത്ത രോഗിയാണ്. കോവിഡ് ഇല്ലാത്ത ഒരു രോഗി ക്യാൻസർ വന്ന് കീമോതെറാപ്പി ചെയ്താൽ തന്നെയുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. ബ്രസ്റ്റ് ക്യാൻസറിന് കീമോതെറാപ്പി ചെയ്തിട്ട് അഡ്മിറ്റഡ് വിത്ത് ബ്രെത്ത്ലെസ്നെസ് ഡെവലപ്പ് ഷോക്ക് ആൻഡ് ഡൈസ്. ബ്രെത്ത്ലെസ്നെസ്, അവർക്ക് ശ്വാസം മുട്ടൽ വന്ന് അവരെ കൊണ്ടുവരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് കീമോ എന്ന് സ്വാഭാവികമായിട്ടുണ്ടായി വരുന്നത് ന്യൂമോണിയയാണ്. അത് നിങ്ങൾക്ക് കുറേ അധികം കീമോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സിസ്റ്റംസിനെയും അത് എഫക്റ്റ് ചെയ്യും. എല്ലാവർക്കും അറിയാം, ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്റ്റാണ്, തകർന്നു പോവുകയാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി സമൂലം തകർന്നു പോവുകയാണ് കീമോതെറാപ്പി കൊണ്ട്. തകർന്നു പോയാൽ അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ബ്രെത്ത്ലെസ്നെസ് കൊണ്ടുവന്ന് അവർക്കൊരു ഷോക്ക് ഉണ്ടായാൽ അവർ മരിക്കുന്നു. കോവിഡ് ഇല്ല എന്നാലും നിങ്ങളിത് കോവിഡ് ഡെത്തായിട്ട് കണക്കാക്കണമെന്ന് പറയുന്നവന് എന്തിൻ്റെ അസുഖമാണ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യാൻസർ പേഷ്യൻസ് ആരും ഉണ്ടാകില്ല, റീനൽ പേഷ്യൻസ് ആരും ഉണ്ടാകില്ല. അവർക്കും എല്ലാം കോവിഡൊന്നും ഇല്ലായിരുന്നെങ്കിലും അവർ മരിക്കുമ്പോൾ അത് കോവിഡാണെന്ന് പറയാനായിട്ട്. അതായത് ഇതിൻ്റെ ഇമ്മീഡിയറ്റ് കാസ് എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഈ ഇഞ്ചുറി, അപകടം, അല്ലെങ്കിൽ ബ്രെത്ത്ലെസ്നെസ്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ്സൊക്കെ ഇമ്മീഡിയറ്റ് കോസായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വരുന്നത് ആൻറ്റിസിഡൻറ്റ്, അതായത് അടിസ്ഥാന കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോഗുലേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. കോഗുലേഷന് രക്തം കട്ട പിടിക്കൽ കൊണ്ട് ഒരുപാട് മരണങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. രക്തം കട്ട പിടിക്കുന്നുണ്ട്. ഒരു കീമോതെറാപ്പി പേഷ്യൻറ്റിന് രക്തം കട്ട പിടിക്കുക എന്ന് പറയുന്നത് ഈ കോവിഡിനെ പറ്റി നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് എത്ര കാലം മുമ്പേ നടക്കുന്നൊരു കാര്യമാണ്. ഇവിടെ കോവിഡ് ഇല്ലാത്തൊരു പേഷ്യൻറ്റിന് കോഗുലേഷൻ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഇത് പറയാണ്. അപ്പോൾ ഈ പേഷ്യൻ്റ് സ്വാഭാവികമായിട്ടും കീമോ കൊടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം നമുക്ക് അതായത് നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഫാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആദ്യം ഉണ്ടായി വരുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂമോണിയ അങ്ങനെ ഉണ്ടായി വരും. എല്ലാ രോഗങ്ങളുടെയും അവസാനം മിക്കവാറും നിങ്ങൾ ആണെങ്കിൽ ഈ RCCയിലേക്ക് കേസ് ഷീറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കും. അവിടെ വരുന്ന രോഗികൾ, അവർ ക്യാൻസർ ഉണ്ടായാലും ഇല്ലെങ്കിലും, അവർക്ക് ഈ കീമോ കൊടുത്തതിന് ശേഷം കൊടുത്ത രോഗികൾ ന്യൂമോണിയ പിടിപെട്ടാണ് മരിക്കാറുള്ളത്. ഇനി ഞാനൊരു 12 വർഷത്തിന് മുമ്പ് ക്യാൻസർ ഉണ്ട് എന്ന് പറയുന്ന ഒരു രോഗിയെ RCCയിൽ കൊണ്ടുപോയി കീമോ കൊടുത്ത് ഒടുവിൽ അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞ് ക്യാൻസറിൻ്റെ കാര്യം ഇപ്പോഴും ഡൗട്ട്ഫുള്ളാണ്, ബട്ട് ഹി ഹാസ് ന്യൂമോണിയ, വി കനോട്ട് സേവ് ഹിം എന്നാണ് അവസാനം ഡോക്ടർ വന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കീമോ കൊടുത്തു, അതായത് ക്യാൻസർ എന്ന് വെച്ചാൽ അന്ന് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, അന്ന് ചെല്ലുമ്പോഴത്തേക്ക് ഈ പോസിബിലിറ്റി ഓഫ് മെലിഗ്നൻസി കനോട്ട് ബി റൂൾഡ് ഔട്ട് എന്നുള്ളതാണ് ഡയഗ്നോസിസ്. അതാണ് ഞാൻ അന്ന് ഡോക്ടർ ചോദിച്ചത്, ഡോക്ടറെ ഇത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാനൊക്കില്ലല്ലോ, നിങ്ങൾ ഈ പോസിബിലിറ്റി വെച്ചിട്ട് എങ്ങനെ കീമോ കൊടുക്കും? അപ്പോൾ നമുക്ക് വേറെ മാർഗ്ഗമില്ല, ഹിസ്റ്റോപതോളജിക്കൽ ടെസ്റ്റ് കൃത്യമായിട്ട് നടത്താനുള്ള സംവിധാനം ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ്, കീമോ അങ്ങ് കൊടുക്കുകയാണ്. പൊട്ടക്കണ്ണ മാവേലെറിയുന്നത് പോലെയാണ് കീമോ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. കീമോ കൊടുത്ത് കുറേ കഴിഞ്ഞപ്പോൾ ന്യൂമോണിയ പിടിവിട്ട് മരിച്ചു. അപ്പോൾ ഡോക്ടർ അവസാനം പറയുന്നത്, അത് നമ്മൾ പറഞ്ഞില്ല, മറ്റേത് നമ്മളിപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല, പക്ഷേ ഹി ഹാസ് ന്യൂമോണിയ ആൻഡ് വി കനോട്ട് സേവ് ഹിം ഫ്രോം ന്യൂമോണിയ. ക്യാൻസറിൻ്റെ ഈ പറഞ്ഞില്ലേ, കീമോ കൊടുക്കുന്ന രോഗികൾക്ക് സ്വാഭാവികമായിട്ടും സാധാരണമായിട്ടും ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഇവിടെ കോവിഡ് ഇല്ലാത്തൊരു പേഷ്യൻറ്റ്, കോവിഡ് അവർ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഇതിൻ്റെ ബ്രസ്റ്റ് ക്യാൻസറിന് കീമോ ചെയ്ത ഒരു പേഷ്യൻറ്റ് ശ്വാസം മുട്ട് ഷോക്കുണ്ടായി മരിച്ചു. അവിടെ
ഇതിൻ്റെ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കോസായിട്ട് വന്നിരിക്കുന്നത് ന്യൂമോണിയയാണ്. ആ ന്യൂമോണിയയുടെ കൂടെ കോവിഡ് കൂടെ, അതായത് ഇൻട്രാവാസ്കുലർ കോഗുലേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ന്യൂമോണിയയുടെ ഇതായിട്ട് ഉണ്ടാകുന്നതാണ്, വാസ്കുലർ കോഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കാസായിട്ട് ന്യൂമോണിയ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കോവിഡും കൂടെ എഴുതിയിരിക്കുന്നത്. എന്താ ഇത്ര നിർബന്ധം? കോവിഡ് അവിടെ എങ്ങും വന്നിട്ടില്ല. ഇറ്റ് ഈസ് എ ക്യാൻസർ പേഷ്യൻ്റ് ആൻഡ് ഷീ ഹാസ് ബീൻ ഗിവൻ കീമോതെറാപ്പി. കീമോതെറാപ്പി എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ അറിയാവുന്നവർക്ക് അറിയാം. അത് എത്രമാത്രം പറയാം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന, ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇറ്റ് കനോട്ട് ബി ഗിവൻ. അതൊരു ഇറ്റ്സ് എ കില്ലർ ട്രീറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അന്ത്യഘട്ടത്തിൽ പറഞ്ഞില്ലേ, നമ്മുടെ സകല ഇമ്മ്യൂണിറ്റി നശിക്കുമ്പോഴത്തേക്ക് നമ്മൾ ന്യൂമോണിയയ്ക്ക് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഡിസീസിന് വിധേയമായി തീരും. നമ്മളങ്ങനെ മരിക്കുന്നു. ഈ കോഗുലേഷൻ വന്ന് മരിക്കുന്നു, രക്തം കട്ട പിടിച്ചിട്ട് മരിക്കുന്നു, ഷോക്ക് വന്ന് മരിക്കുന്നു. അത് പറഞ്ഞില്ലേ, ചിലപ്പോൾ ഒരു സഡൻ ബ്രത്ത് അറസ്റ്റ് ആയിരിക്കാം, ഒരു ഹാർട്ട് അറസ്റ്റ് ആയിരിക്കാം ഈ ന്യൂമോണിയയുടെ എൻഡിലുണ്ടാകുന്നത്. അല്ല, ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ട് ആരും മരിക്കില്ല. ന്യൂമോണിയയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ എക്സ്പ്രഷൻ ഉണ്ടാകും അവസാനം വരുമ്പോഴത്തേക്ക്, ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറഞ്ഞു. ഇവിടെയും പറഞ്ഞില്ല, അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് നോട്ട് ടെസ്റ്റഡ്, കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ലാത്ത പേഷ്യൻ്റാണ്. ന്യൂമോണിയ പിടിപെട്ട് മരിക്കുന്നു. കീമോതെറാപ്പി ചെയ്ത പേഷ്യൻ്റാണ്, ന്യൂമോണിയ പിടിപെട്ട് മരിക്കുന്നു. മരിക്കുമ്പോഴും നിങ്ങളതിന് കോവിഡ് എന്ന് എഴുതണം. ഇതെവിടുത്തെ ന്യായമാണ്? ഞാൻ ബഹുമാനപ്പെട്ട മാമൻ മാത്യു, ഞാൻ ആ പാഷാണം മത്തായി എന്നുള്ള നിങ്ങളുടെ ആ പത്രത്തിൽ, നിങ്ങളുടെ പേഴ്സണൽ ക്യാരക്ടറല്ല, നിങ്ങളുടെ പത്രം ഒരു പാഷാണമായതുകൊണ്ട് അതിനോട് ചേർത്ത് നമ്മൾ പറയുന്നതാണ്. ഈ കടപ്പാട് ഉരപ്പൻ്റെയും മറ്റ് 2 പടവും ഒരേപോലെ കൊണ്ട് നടക്കുന്ന ഒരു ഭാര്യ നടത്തുന്ന ആളാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ ബഹുമാനത്തിന് യാതൊരു കുറവുമില്ല. ബഹുമാനപ്പെട്ട മാമൻ മത്തായി അല്ലെങ്കിൽ മാമൻ മത്തായിക്ക് ശേഷമുള്ള അനന്തരാവകാശികൾ, നിങ്ങൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും ന്യായം കണ്ടെത്തുന്നു? ഇത് ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? VD സതീശൻ എന്നും പറഞ്ഞൊരു പ്രതിപക്ഷ നേതാവുണ്ടല്ലോ ബഹളം ഉണ്ടാക്കുന്നത്. ഇയാൾക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് ഇത് ശരിയാണെന്ന് പറയാമോ? പറയാം. ഇയാളൊരു മനുഷ്യജന്മമാണെങ്കിൽ, ഞാൻ ഇയാളോട് ചോദിക്കുകയാണ്, ഇയാളൊരു മനുഷ്യജന്മമാണെങ്കിൽ, അതായത് ഒരു പേഷ്യൻറ്റിന് ക്യാൻസർ വരുന്നതും കീമോ കൊടുക്കുന്നതും, പറഞ്ഞില്ലേ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ അതൊരർത്ഥം മരണമാണ്. കീമോ കൊടുക്കുമ്പോഴത്തേക്ക് അത് 3/4 മരണമാണ്. 3/4 പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇമ്മ്യൂണിറ്റിയിലുണ്ടാകുന്ന ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട് കീമോ കൊടുക്കുമ്പോഴത്തേക്ക്. ആ കീമോ കൊടുത്ത് അവസാനം ന്യൂമോണിക്കായി അല്ലെങ്കിൽ ബ്ലഡ് കോഗുലേഷൻ ഉണ്ടായി, ഷോക്ക് ഉണ്ടായി, ഡെത്ത് ഉണ്ടായി. കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഇത് കോവിഡ് മരണമാണെന്ന് നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമിൽ കയറി ഒന്ന് വിളിച്ച് പറയാമോ? ഏതെങ്കിലും ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കയറി ഒന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാമോ ഇത് കോവിഡ് മരണമാണെന്ന്? ICMR പറയുന്നു ഇത് കോവിഡ് മരണത്തിൽ ഉൾപ്പെടുത്തണമെന്ന്. വൈ യു സസ്പെക്റ്റ് കോവിഡ്? യാതൊരു കാരണം. മറ്റാണെങ്കിൽ അച്ഛനോ മോനോ ആർക്കെങ്കിലും കോവിഡ് ഉണ്ടായിരുന്നാൽ, അരികത്തോട് നടന്നു ആർക്കെങ്കിലും കോവിഡ് ഉണ്ടായിരുന്നു. ഇത് അതും ഇല്ല. എന്നിട്ടും അത് കോവിഡ്, ഇത് ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോഗുലേഷനാണ്. ഒരു ഭാഗത്ത് മാത്രമല്ല, ഈ രക്തം പല ഭാഗങ്ങളിലായിട്ട് കട്ട പിടിച്ച അവസാനം ഭയങ്കര ഷോക്കായിട്ട് ഡെത്ത് ഉണ്ടാകുന്നതാണ്. ഡെത്ത് മിക്കവാറും പറഞ്ഞില്ലേ, ഇത് പറഞ്ഞാലിപ്പോൾ ഹൈപ്പോക്സിയ വന്നാലും എന്ത് വന്നാലും ഈ രക്തത്തിൻ്റെ ഓട്ടം എന്ന് പറയുന്നത് പലയിടത്തും തടസ്സപ്പെട്ട് അത് കട്ടിപിടിക്കുകയോ മൂവ് ചെയ്യാതിരിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ അത് സാധാരണമാണ്. അങ്ങനെയാണ് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ബ്ലഡ് പമ്പിങ്ങിൻ്റെ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഒരു ഗതാഗതമുണ്ട്. ആ ബ്ലഡിൻ്റെ ഗതാഗതം അത് തകരാറിലാകുമ്പോഴത്തേക്കാണ് മരിക്കുന്നത്. അത് എല്ലാ രോഗികളും അങ്ങനെ തന്നെയാണ് മരിക്കുന്നത്. അതിപ്പോൾ ഒരു റീനൽ ഫെയിലിയർ ആയാൽ പോലും ഈ കിഡ്നിയുടെ ഫങ്ഷൻ നിലയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ റിപ്പർക്കഷൻസ് എന്ന് പറയുന്നത് വേറെ സിസ്റ്റത്തിൽ കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഓർഗൻ, ഇപ്പോൾ ഹൃദയസ്തംഭനം എന്ന് പറയുമ്പോൾ ഹൃദയം സ്തംഭിക്കുകയല്ല ചെയ്യുന്നത്. ഹൃദയം എന്ന് പറയുന്നത് അത് വീണ്ടും പൾസ് ചെയ്തുകൊണ്ടിരിക്കും വേണമെങ്കിൽ. പക്ഷേ അതിൻ്റെ ആ രക്തചംക്രമണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് തടസ്സപ്പെട്ട് അവിടെ ആയിട്ട് കട്ട പിടിച്ച് വരുമ്പോഴത്തേക്ക്
നിങ്ങൾക്ക് മരണം സംഭവിക്കാം. ഇപ്പോൾ കീമോയിലൊക്കെ അത് സംഭവിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. കീമോ ഒക്കെ എടുത്ത പേഷ്യൻസിന് അത് സംഭവിക്കും. ഇവിടെ യാതൊരു ആവശ്യമില്ലാതെ ഇതിന് അടിസ്ഥാന കാരണം കോവിഡാണെന്ന് എഴുതണം. അണ്ടർലൈങ് കാസ് ഈസ് കോവിഡ്. എന്തിനാ എഴുതി? എന്താ അതിൻ്റെ അടിസ്ഥാനം അങ്ങനെ എഴുതുന്നത്? അത് അവർ ICMR യാതൊരു ഉളുപ്പുമില്ലാതെ എഴുതി വെച്ചിരിക്കുന്നൊരു കാര്യമാണിത്. നിങ്ങളിത് അംഗീകരിക്കുന്നുണ്ടോ? ഇതാണ് പ്രശ്നം. ഈ VD സതീശന്, ഈ വീണ ജോർജിന്, അതുമല്ലെങ്കിൽ ഇവരുടെയൊക്കെ വലിയ നേതാവായ ശിവകുമാർ പിണറായി വിജയന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കയറിയുന്നുണ്ട്. നിങ്ങളിത് ഇങ്ങനെ ഒന്നിനെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കോവിഡ് ഡെത്തെന്ന് നിങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ എഴുതുന്നതെന്ന് വിശദീകരിക്കണം. നിങ്ങൾ ഇത് വിളിക്കുന്നുണ്ടല്ലോ. ഒരു 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 പത്രപ്രതിനിധിക്ക് ചോദിക്കാമോ ഇതാണ് കേസെങ്കിൽ എങ്ങനെയാണ് അത്? ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ MD ഒന്നും എടുക്കണ്ട. എന്നെപ്പോലെ വൈദ്യശാസ്ത്രത്തിൽ യാതൊരു ബിരുദവും ഇല്ലാത്ത, ഒരു ചുക്ക് പറഞ്ഞുകൂടാത്ത ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് മാത്രം, ഒരു ലേമാൻ്റെ ഇതിൽ നിന്നുകൊണ്ട് മാത്രം ഉള്ള ഇതുകൊണ്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ടില്ല, കോവിഡ് പേഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇയാൾ കോവിഡ് കൊണ്ടാണ് മരിച്ചതെന്ന്, അടിസ്ഥാന കാരണം കോവിഡാണെന്ന് എഴുതി വയ്ക്കുന്നതിൻ്റെ കാര്യം എന്താ? ന്യൂമോണിയ ആർ കോവിഡ്. ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ കോവിഡാണെന്ന് അർത്ഥമുണ്ട്. ഇപ്പോൾ ന്യൂമോണിയ ഈസ് ഓഫ് കോഴ്സ് ദെയർ ഫോർ എനി സച്ച് പേഷ്യൻ്റ് ഹു ഈസ് ഗിവൻ ഈ കീമോതെറാപ്പി കൊടുത്ത് ന്യൂമോണിയ വന്ന എത്ര ആയിരക്കണക്കിന് കേസ് ഞാൻ നിങ്ങളുടെ മുമ്പ് കൊണ്ട് കാണിച്ചു തരാം. സതീശൻ വരട്ടെ, പിണറായി വിജയൻ വരട്ടെ. അത് ആരെയും വെല്ലുവിളിക്കാൻ വേണ്ടിയല്ല, അത് മെഡിക്കൽ സയൻസിൻ്റെ ഒരു ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നിങ്ങളുടെ കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതുമായിട്ട് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ന്യൂമോണിയ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ വരുന്നതാണ്. നിങ്ങൾ എവിടെ കീമോ കൊടുത്തിട്ടുണ്ടോ അവിടെ ന്യൂമോണിയ വന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ ന്യൂമോണിയ വരും. ഹോസ്പിറ്റലൊക്കെ വഴി ന്യൂമോണിയ വരും. നിങ്ങൾ മെക്കാനിക്കൽ ട്യൂബുലേഷൻ കൊടുത്താൽ ന്യൂമോണിയ വരും. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് ആശുപത്രി പ്രവേശിച്ച് കഴിഞ്ഞാൽ ന്യൂമോണിയ വരാനായിട്ട്. ഇതല്ല, കീമോ കൊടുത്തൊരു പേഷ്യൻ്റാണ്. ന്യൂമോണിയയും ബ്ലഡ് കോഗുലേഷനും വരുന്നതിൽ അത്ഭുതമില്ല. അങ്ങനെയാണ് ഈ കോവിഡ് എന്ന് പറയുന്ന ഈ സാധനത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ RCCയിലെ റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ അവസാനം ഡെത്ത് അതിൻ്റെ കാരണമായിട്ട് വരുന്നത് ഒരു ന്യൂമോണിക് ലെവലിൽ വന്നിട്ടാണ് പേഷ്യൻ്റ് മരിക്കുന്നത്. അല്ല എന്ന് നിങ്ങൾക്ക് ഈ പിണറായി വിജയനോ വീണ ജോർജിനോ അല്ലെങ്കിൽ VD സതീശനോ അല്ലെങ്കിൽ ഈ മാമൻ മത്തായിക്കോ വന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? നിങ്ങളിതെല്ലാം കോവിഡ് പിടിച്ചാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർമാർ വെറുതെ എഴുതി കൊടുക്കുന്നതാണ് കോവിഡ് ഡെത്താണ്. ഇത് വിശ്വസിച്ചിട്ട് ആൾക്കാർ ഇത് കോവിഡ് ഡെത്താണ്, നമുക്കും ഒരു ക്ലെയിം ഉണ്ടെന്നും പറഞ്ഞാൽ ആൾക്കാർ പരാതി പറയും. എൻ്റെ മോൻ മരിച്ചപ്പോഴത്തേക്ക് കോവിഡ് ഡെത്താന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ്റെ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് കോവിഡ് ഡെത്ത് അല്ല എന്നും പറഞ്ഞ് എഴുതി തന്നു എന്നും പറഞ്ഞ് ഒരു കുടുംബം പരാതി പറയുന്നു. അവരുടെ കണ്ണീരും കാണിച്ചിട്ട് ഒരു ഫോട്ടോയും കൊടുക്കുന്നതിനാണ് പാഷാണ പ്രവർത്തനം എന്ന് പറയുന്നത്. കാര്യങ്ങൾ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് ഈ തെമ്മാടിത്തരം കാണിക്കുന്നതിനെയാണ് മാമൻ മാത്യു നിങ്ങൾ പാഷാണമാണെന്ന് പറയുന്നത്. ഇത് പാഷാണ പ്രവർത്തനമാണ്. നിങ്ങൾ ന്യൂമോണിയ ആർ കോവിഡ് എന്ന് പറഞ്ഞ് ഇവിടെ ഇടാനായിട്ട് അങ്ങനെ ഇടാൻ പറ്റില്ല. അതായത് കോവിഡ് കൊണ്ട് പറയില്ലേ, വൈറൽ ന്യൂമോണിയ എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 318 218 വരെ ആൾക്കാർ ടെസ്റ്റ് ചെയ്തു വൈറൽ ന്യൂമോണിയ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് വൈറൽ ന്യൂമോണിയ അല്ലായിരുന്നു, ബാക്ടീരിയൽ ന്യൂമോണിയ ആയിരുന്നു. അഥവാ ഇവിടെ ന്യൂമോണിയ വരാണെങ്കിൽ ന്യൂമോണിയ വരാനുള്ള എല്ലാ സാധ്യതകളും ഇതിനകത്തുണ്ട്. എല്ലാ ഇൻഫെക്ഷൻസും വരും. നിങ്ങൾ ഒരു കീമോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഓർഗനിലും ഏത് തരത്തിലുള്ള ഇൻഫെക്ഷനും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് അത് കീമോ അല്ല ക്യാൻസർ അല്ല അണ്ടർലൈയിങ് കാസ്, നിങ്ങൾ കണ്ടെത്താത്ത കോവിഡാണ് അണ്ടർലൈയിങ് കാസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കോവിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കുറേ പേരെ കോവിഡ് രോഗികളാക്കുന്നത് അക്രമമാണ്, തെമ്മാടിത്തരമാണ്. പിണറായി വിജയൻ പറഞ്ഞാലും അത് മാമൻ മത്തായി പറഞ്ഞാലും അത് VD സതീശൻ പറഞ്ഞാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ ജനങ്ങളോട് അങ്ങനെ ചതി ചെയ്യാൻ പാടില്ല. ഒരു രോഗിയെയും അങ്ങനെ വഞ്ചിക്കാൻ പാടില്ല. ഒരു രോഗിയുടെ ബന്ധുവിനെയും അങ്ങനെ വഞ്ചിക്കാൻ പാടില്ല. പൊതുസമൂഹത്തെ അങ്ങനെ വഞ്ചിക്കാൻ പാടില്ല. അത് ICMR പറഞ്ഞുവെങ്കിൽ ICMRൻ്റെ തലയിൽ എന്താ ചെയ്യേണ്ടത് ആലോചിക്കേണ്ടത്? തല മുട്ടയടിച്ച് കാക്കക്കാല് വരച്ച് ICMRൻ്റെ ആൾക്കാരെ പൊതുനിരത്തിലൂടെ നടത്തിക്കണം. ഇങ്ങനെ എഴുതി വെച്ചതിന് ചോദിക്കുക, യുക്തിബോധം കൊണ്ട് ചോദിക്കുകയാണ്. കീമോതെറാപ്പി ക്യാൻസർ വരുന്ന ക്രോണിക് ക്യാൻസർ പേഷ്യൻ്റ് കീമോതെറാപ്പി ചെയ്തു. ആ കീമോതെറാപ്പി ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ റിപ്പർക്കഷൻസ് ഉണ്ടാകും.
അത് എല്ലാവർക്കും സർവ്വസാധാരണമായിട്ട് അറിയാം. അവർ എത്ര കോഴ്സ് കീമോതെറാപ്പി എടുത്തു, അതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. എത്ര കോഴ്സ് കീമോതെറാപ്പി എടുത്തു, ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ പോലും ബ്രസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം എത്ര കോഴ്സ് കീമോതെറാപ്പി എടുത്തു, അതെങ്ങനെ അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വരുമ്പോഴത്തേക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ ഓരോന്നും അങ്ങനെ പോയിട്ടുണ്ട്, സോഡിയം ലെവൽ എന്തായിരുന്നു, പൊട്ടാസ്യം ലെവൽ എന്തായിരുന്നു, ന്യൂമോണിക് ആയിട്ടുണ്ടോ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ആളുകൾ അന്വേഷിക്കുന്നത്. അതൊന്നും ഇല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് കോവിഡ് സംശയിച്ചേ ഞാനൊന്ന് സംശയിച്ചു. ലോകത്തൊക്കെ കോവിഡ് ഉണ്ട്, അതുകൊണ്ടാണ് മരിച്ച. ആൻഡ് ദാറ്റ് ഈസ് ദി അണ്ടർലൈയിങ് കാസ്. അതെങ്ങനെയാണ് അണ്ടർലൈയിങ് കാസ് ആവുന്നത്? ക്യാൻസറും കീമോതെറാപ്പിയും ചെയ്ത ഒരു രോഗിക്ക് ന്യൂമോണിയ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കോവിഡ് അണ്ടർലൈയിങ് കാസ് ആവുന്നത്? എന്തർത്ഥത്തിലാണ്? ഇതാണ് പറയുന്നത്. ഈ കള്ളത്തരങ്ങൾ മുഴുവനും എഴുതി വെച്ചിട്ട് അതിന് കള്ള സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ശിവകുമാറിനേക്കാളും മെച്ചപ്പെട്ട ഒരു മനുഷ്യജന്മമാണ് നിങ്ങൾ. എങ്ങനെയാണ് അയാളെന്താ ചെയ്തത്? അത് ഇന്നലെ പറഞ്ഞൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഈ കുട്ടിയുടെ അമ്മ തന്നെയാണ് ഈ കുട്ടിയെ ഇവിടെ ഈ ഷെൽട്ടറിൽ ഏൽപ്പിച്ചത്. അവസാനം കുട്ടിയുടെ അമ്മ കുട്ടിയെപ്പറ്റി ചോദിച്ചപ്പോഴാണ് ഇയാൾ ഈ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത്. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ബെറിയൽ പോലും കൃത്രിമമായിട്ടുണ്ടാക്കിയത്. പിന്നെയും വേറെ ലക്ഷ്യമുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ധനസഹായം വരുമ്പോൾ 2 കുട്ടികൾ അവിടെയും കോവിഡ് പിടിച്ച് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ധനസഹായം വാങ്ങാം. ആ ലക്ഷ്യവും കാണും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ശിവകുമാറിനേക്കാളും ഒട്ടും ഭേദമല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി അടുത്ത കേസ് ICMRൻ്റെ ടെക്സ്റ്റ് എടുത്ത് വായിക്കുന്നതാണ്. എനിക്ക് ഈ പറഞ്ഞില്ല, ഇപ്പോൾ ഒന്നും പോയാൽ അതിൻ്റെ കോപ്പി അത് എടുത്തുകൊണ്ട് വരാൻ കടവാക്കില്ല, അതുകൊണ്ടാണ്. എനിക്ക് പ്രിൻ്ററില്ല. 76 years old, breathlessness, admitted in 24 hours. First test was inconclusive. അതായത് ടെസ്റ്റ് നടത്തി നോക്കിയിട്ട് അവർ ബ്രെത്ത്ലെസ് ആയിട്ടാണ് കൊണ്ടുവന്നത്. ടെസ്റ്റ് നോക്കിയിട്ട് ഇൻകൺക്ലൂസീവാണ്. ഇത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണെന്ന് അറിയാൻ പറ്റുന്നില്ല. അതെന്തോന്ന് ടെസ്റ്റാണ്? ഐദർ ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഇൻകൺക്ലൂസീവ്. കോവിഡാണ് എന്ന് നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയാത്തത്. മറ്റേതിലും കോവിഡ് ഇല്ല, ടെസ്റ്റ് നടത്തിയിട്ടില്ല. അതാണ് നേരത്തെ പറഞ്ഞത് 2 കേസ്. ഇവിടെ ഇറ്റ് ഈസ് ഇൻകൺക്ലൂസീവ്. ഇൻകൺക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നിഗമനത്തിലെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് ഒരു തെളിവ് കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല, നിങ്ങൾ പ്രോബബിളെന്ന് പോലും പറയാനാകാത്ത രീതിയിൽ ഒരു നിഗമനത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ അവർ ബ്രെത്ത്ലെസ്നെസ്, അതായത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വരുന്നതാണ്. ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറഞ്ഞത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചുറി, ഈ ഹാർട്ട് ഫെയിലിയർ, അതിനൊക്കെയാണ് ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത്. ഇവിടെ അക്യൂട്ട് കാർഡിയാക് ഇഞ്ചുറിയാണ് ഇവരുടെ ഇതിൽ വരുന്നൊരു പ്രധാന എക്സ്പ്ലിസിറ്റായിട്ട് വരുന്ന ലക്ഷണം. കാർഡിയാക് ഇഞ്ചുറി അവർക്കുണ്ടായിട്ടുണ്ട്. ആൻറ്റിസിഡൻറ്റ് കോസ് എന്ന് പറയുന്നത് ഇവരെഴുതിയിരിക്കുന്നത് പ്രോബബിൾ COVID-19. അപ്പോൾ കാർഡിയാക് ഇഞ്ചുറി ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കോവിഡ് കണ്ടെത്താൻ പറ്റുന്നില്ല. കാർഡിയാക് ഇഞ്ചുറി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ COVID-19 ഉണ്ടാവണം. അതായത് അതർ മോർബിഡിറ്റീസ് പറയുമ്പോഴത്തേക്ക് ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് ഉണ്ട്. ഹാർട്ട് ഡിസീസുള്ള ഈ ക്രോണിക്കായിട്ട് ഹാർട്ട് ഡിസീസ് ഉള്ള ഒരാളിന് അക്യൂട്ട് കാർഡിയാക് ഇഞ്ചുറി ഉണ്ടായി അയാൾ മരിക്കുന്നു. നിങ്ങൾക്ക് കോവിഡ് ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. അത് ഇൻകൺക്ലൂസീവ് ആണ്. കോവിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രോബബിൾ, അതാണ് അതിന് സാധ്യത ഉണ്ടാകാം. കോവിഡ് ഉണ്ടായേക്കാം എന്നുള്ളത് കൊണ്ട് അവർ മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായാലേ മരിക്കൂ. പ്രോബബ്ലി ഷീ ഈസ് ഡെഡ് എന്നേ പറയാൻ പറ്റും. COVID-19 cause of death is probable. How can she die? Her death is only probable. അപ്പോൾ അവർ മരിക്കാതെ ഒരു പ്രോബബിലിറ്റിയുടെ പേരിലാണ് നിങ്ങൾ അവരെ ഡെഡ് ബോഡി കൊണ്ടുപോയത്. നിങ്ങളെന്തിനാ ഒരു പ്രോബബിൾ ആയിട്ട് കാണുന്നത്? അവർക്ക് ഈ ഹാർട്ട് ഡിസീസ് ഉണ്ടായിരുന്നു, കാർഡിയാക് ഇഞ്ചുറി ഉണ്ടായി. ഹാർട്ട് ഡിസീസിൽ നിന്നുണ്ടാകുന്നതാണ് കാർഡിയാക് ഇഞ്ചുറി എന്ന് പറയുന്നത്. അത് കാർഡിയാക് ഇഞ്ചുറി എന്ന് പറയുന്നത് ഏത് സമയത്തും സംഭവിക്കാം. കാർഡിയാക് ഇഞ്ചുറി, ഹാർട്ടിലെ ഒരു ഇഞ്ചുറി, പലതരത്തിലുള്ള ഹാർട്ട് ഡിസീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇസ്കീമിക് ഹാർട്ട് ഡിസീസുള്ള ഒരു പേഷ്യൻ്റ് ബ്രെത്ത്ലെസ്നെസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അവർക്ക്
കോവിഡ് ഉണ്ടെന്ന് കണ്ടെത്താനാവുന്നില്ല. അതിൻ്റെ അർത്ഥം കണ്ടെത്താനാവാത്ത കോവിഡാണ് അതിൻ്റെ മരണകാരണം നിങ്ങൾ നിശ്ചയിക്കാൻ. നിങ്ങളാരാ അങ്ങനെ നിശ്ചയിക്കാനായിട്ട്? ഒരു പ്രോബബിലിറ്റിയുടെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട്? ഇതിനാണ് ബോംബെയിലെ ഡോക്ടർമാർ പ്രതിഷേധിച്ചത്. ഇത് ശുദ്ധമായ അസംബന്ധമാണെന്ന് പറഞ്ഞത്. ഈ കാര്യങ്ങൾ എടുത്ത് കാണിച്ചിട്ടാണ് ബോംബെയിലെ ഡോക്ടർമാർ പറഞ്ഞത് ഞങ്ങളിങ്ങനെ സർട്ടിഫിക്കറ്റ് എഴുതില്ല എന്ന് ബോംബെയിലെ ഡോക്ടർമാർ പറഞ്ഞത്. ഇവിടെ പിന്നെ IMA-കാരുള്ളതുകൊണ്ട് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കും. അപ്പോൾ അതും പോരാ, ഇനിയിപ്പോൾ ആ മാമൻ മാത്യു പറയുന്ന ആൾക്കാരെ എല്ലാം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി കൊടുക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ പറയല് ചിലപ്പോൾ ഇവിടെ ഈ പറയുന്നത് പോലെ ഒരു വൈറൽ ന്യൂമോണിയ പിടിപെട്ടൊന്നും ഇവിടെ ആരും മരിച്ചിട്ടൊന്നുമില്ല. അവസാനത്തെ റിപ്പോർട്ടുകൾ വരുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവർക്കും സാർവത്രികമായ അസിത്രോമൈസിൻ കൊടുത്തവർ മാത്രമേ ഈ തരത്തിൽ ന്യൂമോണിക്കായിരുന്നവർ രക്ഷപ്പെട്ടിട്ടുള്ളൂ. വേറെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങൾ റെംഡിസിവിറും കോർട്ടിസ്റ്റെറോയിഡും കൊടുത്ത് ജനങ്ങളെ കൊന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ നിങ്ങളവരെ രക്ഷപ്പെടുത്തിയിട്ടില്ല. ഇവിടുത്തെ ഈ പറഞ്ഞ ഈ ന്യൂമോണിയയുടെ കോസ് എന്ന് പറയുന്നത്, അതായത് മോസ്റ്റ് പ്രോബബ്ലി അത് ലോകത്ത് തന്നെ വൈറൽ ന്യൂമോണിയയും ഈ ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടെങ്കിൽ ബാക്ടീരിയൽ ന്യൂമോണിയയാണ് സർവ്വസാധാരണമായിട്ടുള്ളത്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. ബാക്ടീരിയൽ ന്യൂമോണിയാണ് പറഞ്ഞില്ലേ, 90% ബാക്ടീരിയൽ ന്യൂമോണിയ, ആൻഡ് ഇറ്റ് ഇസ് എ പർട്ടിക്കുലർ ബാക്ടീരിയൽ ന്യൂമോണിയ. ആ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ തന്നെ അതിനുണ്ട്, സർവ്വസാധാരണമായിട്ടുള്ള ന്യൂമോണിയ കാരണമായിട്ട് വരുന്നത്. പെട്ടെന്ന് കയറി ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, ആ ബാക്ടീരിയൽ ന്യൂമോണിയാണ്. അത് ഈ വേറെ മോർബിഡിറ്റി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ന്യൂമോണിയ ഉണ്ടാകും. വേറെ മോർബിഡിറ്റി ഇല്ലാതിരിക്കാതെ തന്നെ ന്യൂമോണിയ ഉണ്ടാകും. നിങ്ങൾക്ക് സിംപിളി നിങ്ങൾക്ക് ഡയബറ്റീസ് മാത്രം ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഒരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ അത് ഇറ്റ് മേ എസ്കലേറ്റ് ആൻഡ് യു വുഡ് ബിക്കം എ ന്യൂമോണിക് പേഷ്യൻറ്റ്. യു വുഡ് ഹാവ് സം കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ദാറ്റ് ഈസ് ഹിസ്റ്ററി. നമുക്ക് ഈ മെഡിസിൻ്റെ ഒരു ഹിസ്റ്ററി കൂടെ നമ്മളിന്ന് കടന്നു പോകണം. കേരളത്തിൻ്റെ വൈദ്യശാസ്ത്ര ചികിത്സയുടെ ചരിത്രത്തിൻ്റെ ആ കേസ് ഷീറ്റുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കണം. അത് ചികിത്സിക്കാൻ അറിയാവുന്നവരാണ്, അല്ല മറ്റേ ഈ ക്വേക്കർ ഓട്സിന് സർട്ടിഫിക്കറ്റ് എഴുതുന്ന പോലെയുള്ള പരിശോധന നടത്തുന്ന ആൾക്കാരല്ല. അങ്ങനെ അല്ലാതുള്ളവർ കേരളത്തിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒന്ന് പരിശോധിപ്പിക്കണം. ഞാനിത് ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് 4 കേസസ് ഇവർ പറഞ്ഞിരിക്കുന്നു ഈ കോവിഡ് ഉൾപ്പെടുത്തണം. ഈ 4 കേസിൽ ഒന്നുപോലും ഇവർ കോവിഡ് ടെസ്റ്റ് ചെയ്തതോ കോവിഡ് കൺഫേം ചെയ്തതോ അല്ല. അതായത് ഒന്ന് ഈ പറഞ്ഞതുപോലെ ഒരു കാർഡിയാക് കേസ്, ഒന്ന് ക്യാൻസർ കേസ്, മറ്റൊന്ന് ഇൻഫ്ലുവൻസ ആൻഡ് ഡയബറ്റിസ്, മറ്റൊന്ന് റെസ്പിറേറ്ററി അസിഡിയോസിസ്. ഇതിൽ ഈ റെസ്പിറേറ്ററി അസിഡിയോസിസിൽ മാത്രമാണ് നിങ്ങൾ കൺഫേം ചെയ്തതെന്ന് അവകാശപ്പെടുന്നത്. ബാക്കി ഒന്നിലും നിങ്ങൾ ഡയഗ്നോസ്റ്റിക്കായിട്ട് നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ബാക്കി പറയുന്ന ഈ 3 കേസിലും 2, 3, 4 ഈ 3 കേസിലും പറഞ്ഞ 4 കേസിലും 3 കേസിലും നിങ്ങൾ കോവിഡ് കൺഫേം ചെയ്തിട്ട് പോലുമില്ല. നിങ്ങളുടെ കോവിഡ് കൺഫർമേഷൻ എന്ന് പറയുന്നതേ അബദ്ധമാണ്. അത് തന്നെ നിങ്ങളത് പുനഃപരിശോധിക്കുക. കോവിഡ് കൺഫർമേഷൻ തന്നെ നിങ്ങൾ ആളുകൾ മരിച്ചു കൊണ്ടിപ്പോൾ പുനഃപരിശോധിക്കാവില്ലല്ലോ. കോവിഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത് തന്നെ പുനഃപരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു കോവിഡും ഇല്ലായിരുന്നെന്ന് വ്യക്തമാകും. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ കള്ളക്കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ച് ധനലാഭം ഉണ്ടാക്കുന്ന ഈ വൃത്തികെട്ട ഈ പാഷാണ പ്രവർത്തനം, ഇത് എന്തുമാത്രം ഡിസാസ്ട്രസ് ആണെന്ന്, അതിൻ്റെ ഗ്രാവിറ്റി, അതിൻ്റെ ഒരു ക്വാണ്ടം ഓഫ് ഡിസാസ്ട്രസ്നെസ് അല്ലെങ്കിൽ ക്വാണ്ടം ഓഫ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ പോലും ഡിസാസ്ട്രസ്നെസ് എന്ന് തന്നെ പറയണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഡിസാസ്റ്ററായിട്ടങ്ങ് വന്നു പോവുകയല്ല, അത് ഒരു രോഗം പോലെ പരക്കുകയാണ് മനുഷ്യൻ്റെ മനസ്സിൽ, പൊതുജീവിതത്തിൽ. അതായത് ഇത്രയും പേര്, ഇത്ര 10,000 ഇവിടെ ഒരു പകർച്ചവ്യാധി കൊണ്ട് മരിച്ചു, നമുക്ക് പുറത്തിറങ്ങാൻ വയ്യ, നമ്മൾ കണ്ണും മൂട് കെട്ടിക്കടി. എനിക്കറിയാം, എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് കാണണമെന്ന് താല്പര്യമുള്ള, എനിക്ക് വളരെ ഇതായിട്ടുള്ള ഒരാളുടെ വിളിച്ചപ്പോൾ പറഞ്ഞു വന്നാൽ വരാന്തേ നിൽക്കാമെന്ന് പറഞ്ഞു. എനിക്കും രോഗമില്ല, അവർക്കും രോഗമില്ല. പ്രായമായ എന്നെക്കാളും കുറേ കൂടി പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല, എനിക്ക് പേടിയാണ് എന്നാണ് പറയുന്നത്. എനിക്ക് പേടിയാണ് എന്നാണ് പറയുന്നത്. ഞാൻ ആളിനെ കാണിച്ചു തരണോ? അവനെ കാണിച്ചു തരാം.
അങ്ങനെ എത്ര പേരിവിടെ ഉണ്ട്? എത്ര പേരിവിടെ ഉണ്ട് ഭയപ്പെടുന്നവർ? കാണിക്കണം. അതായത് ഒരു വലിയ വിഭാഗം ഈ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ആൾക്കാർ പേടിച്ച് ഭയന്ന് ആളുകളോട് മിണ്ടാൻ പോലും കഴിയാതെ ഒതുങ്ങി കഴിയുകയാണ്. ടെലിഫോണിന് കോവിഡ് പിടിക്കുമെന്ന് വിചാരിച്ച് ടെലിഫോണിൽ കൂടെ പോലും സംസാരിക്കാൻ ധൈര്യപ്പെടാതിരിക്കുകയാണ്. നിങ്ങളിങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ എന്തിനാണ്? പിണറായി വിജയ, എല്ലാ ദിവസവും നിങ്ങൾ ഈ കള്ളം ഇങ്ങനെ ആവർത്തിക്കരുത്. നിങ്ങളുടെ 140 പേരുടെ മരണമെന്ന് പറയുന്നത് നിങ്ങളുടെ തലയിലോട്ട് എടുത്ത് എറിഞ്ഞു തരേണ്ടതാണ്. നിങ്ങളുടെ ഈ കള്ളക്കണക്ക് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ചെയ്യുന്ന എന്ന് പറയുന്നത് കൊലപാതകമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യാജമായ മരണകാരണം പറയുന്നത് കൊലപാതകത്തിന് തുല്യമായ കാര്യമാണ്. അത് ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത, അൺസ്ക്രൂപ്പുലസ് ആയിട്ടുള്ള, ഹാർട്ട്ലെസ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, മൃഗങ്ങളെക്കാളും തരം താണു പോകുന്ന തരത്തിലുള്ള ഒരു ക്രൗര്യത്തിൻ്റെ ഒരു ശബ്ദമാണ് വൈകുന്നേരം ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ കാണുന്നത്. നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ICMRനെ ആദ്യം ചോദ്യം ചെയ്യും ഇങ്ങനെ കണക്കുണ്ടാക്കുന്നതിനെ പറ്റി. നിങ്ങളൊരു ഭരണാധികാരിയാണെങ്കിൽ, നിങ്ങൾ ജനങ്ങളുടെ പ്രതിനിധിയാണെങ്കിൽ, നിങ്ങൾ WHO അവൻ്റെ അപ്പാപ്പൻ്റെയും പ്രതിനിധി അല്ല, നിങ്ങൾ ജനങ്ങളുടെ പ്രതിനിധിയാണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ ഈ 3 കേസുകളിൽ എങ്ങനെയാണത് കോവിഡ് ഡെത്താകുന്നതെന്ന് നിങ്ങൾ ICMRൻ്റെ മേധാവിയോട് ചോദിക്കും. നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ ഇങ്ങനെ ഉണ്ടല്ലോ പ്രധാനമന്ത്രി, അയാളോട് ചോദിക്കും ഇതെങ്ങനെ ശരിയാവുന്നതെന്ന്. ആദ്യം അത് ചോദിച്ച് നിങ്ങൾ യുക്തിസഹമായിട്ട് വന്ന ആളുകളുടെ അടുത്ത് പറ ഇത് ശരിയാണെന്ന്. ഇതാണ് ആദ്യം അറിയേണ്ടത്. ഇതാണ് പത്രങ്ങൾ ആദ്യം ജനങ്ങളോട് പറയേണ്ടത്. ഇതാണ് ചാനലുകാരാദ്യം പറയേണ്ടത്. മാമൻ മാത്യു നിങ്ങളോട് പറയുന്നത്, നിങ്ങളൊരു പത്രക്കാരനാണെങ്കിൽ ഈ 3 കാരണങ്ങളും എങ്ങനെ ശരിയാകുമെന്ന് നിങ്ങൾ ഒരു വൈദ്യശാസ്ത്രജ്ഞനെ കൊണ്ടൊന്ന് എഴുതിച്ചേ. കോവിഡ് ടെസ്റ്റ് ചെയ്യാത്ത കേസുകളിൽ കോവിഡ് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസയും ഡയബറ്റീസും ഉള്ള ആളിനെ നിങ്ങൾ കോവിഡ് രോഗികളാക്കുന്നതിൻ്റെ ശരി നിങ്ങൾ ഒരു വൈദ്യശാസ്ത്രജ്ഞനെ കൊണ്ടൊന്ന് പ്രസ്താവിപ്പിച്ച്. നിങ്ങളുടെ പത്രക്കാരനാണല്ലോ, നിങ്ങൾ ഒരുപാട് പേരുടെ ടെസ്റ്റിമോണിയൽസ് പ്രസിദ്ധീകരിക്കുന്ന ആളാണല്ലോ. ഒരു ടെസ്റ്റിമോണിയൽ വരട്ടെ. രണ്ടാമത്തെ കേസിൽ ഈ തരത്തിൽ കാർഡിയാക്ക് ഇഞ്ചുറി വരുമ്പോഴത്തേക്ക്, ഇസ്കെമിക് ഹാർട്ട് ഡിസീസ് ഉള്ള ഒരാളിന് കാർഡിയാക്ക് ഇഞ്ചുറി വരുമ്പോൾ അയാൾക്ക് കോവിഡ് പ്രൂവ് ചെയ്തിട്ടില്ല പോലും, കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അയാൾ മരിച്ചത് കോവിഡ് ഉണ്ടാണെന്ന് പറയാൻ എന്താണ് ആധികാരികത? നിങ്ങൾ നിങ്ങളതിൻ്റെ ടെസ്റ്റിമോണിയലൊന്ന് ഹാജരാക്കുക. നിങ്ങൾ പത്രപ്രവർത്തനമാണ് നടത്തുന്നതെങ്കിൽ, അതല്ല വേറെ വല്ല പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾ 700 അല്ല 70,000 പേരെ പുറത്താക്കിയെന്ന് പറയാം. എത്ര പേരെ നിങ്ങൾ അകത്താക്കിയെന്ന് ചോദിക്കുക. അകത്താക്കുന്നത് കൊണ്ടുള്ള ഒരു നഷ്ടം, ഒരു സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം എന്താണെന്ന് നിങ്ങൾ കണക്കാക്കി നോക്കണം. നഷ്ടമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പകുതി മുക്കാലും നിങ്ങൾ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. എത്ര പേരിവിടെ ഭയന്ന് കഴിയുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര പേര്? കുറേ ചെറുപ്പക്കാർ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ബൈക്കിലും ഇതിലുമൊക്കെ നഗരങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. കുറേ പേര് കാറെടുത്തോട്ട് പോകും. നിങ്ങളവരുടെ ഏജ് ഗ്രൂപ്പ് ഒന്ന് നോക്കും, സഞ്ചരിക്കുന്നവരുടെ ഏജ് ഗ്രൂപ്പ്. ദേ ആർ യങ്. അതുകൊണ്ട് അവർക്ക് അത്രയും ഒരു മനധൈര്യമുണ്ട്. അല്ലാതെ ഒരു വിഭാഗമുണ്ട്. നിങ്ങളിവിടുത്തെ ഈ കാനേഷുമാരിയൊക്കെ ഒന്ന് എടുത്ത് നോക്കും, സെൻസസൊക്കെ ഒന്ന് എടുത്ത് നോക്കും. നോക്കിയിട്ട് എത്ര പേര് വീടുകൾക്കുള്ളിൽ ഭയന്ന് കഴിയുമെന്ന് നോക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും ഉളുപ്പില്ലാതെ ഇന്ന് 7,000-ൻ്റെ കണക്കുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ പത്രം ആഫീസിനെ വലിച്ചു കയറേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മനുഷ്യൻ എന്ന നിലയിൽ എന്തെങ്കിലും ലജ്ജയുടെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് ആവർത്തിക്കരുത്. ആദ്യം നിങ്ങൾ ICMRനെ ഞാൻ വായിച്ച് കേൾപ്പിച്ച ഈ മാനദണ്ഡങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കുക. നിങ്ങൾ മനുഷ്യനുണ്ടാകും, നിങ്ങൾ അന്തസ്സുണ്ടെങ്കിൽ മനുഷ്യൻ്റെ അന്തസ്സത്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് തെളിയിക്കുക. അത് തെളിയിച്ചിട്ട് ഇത് ICMR പറഞ്ഞ, മറ്റേ യേശുക്രിസ്തു പറഞ്ഞാണ്, അല്ലെങ്കിൽ യഹോവ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് യഹോവയുടെ വചനമല്ല നമ്മളിവിടെ നോക്കുന്നത്. ICMR പറഞ്ഞത് ശരിയാണോ ഇല്ല എന്നുള്ളതാണ്. കോവിഡ് ഇല്ല എന്ന് കണ്ടവന് കോവിഡ് കൊണ്ടാണ് മരിച്ചത് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറയുന്ന ICMR വളരെ കൃത്യമായിട്ട് കോവിഡ് നോട്ട് ടെസ്റ്റഡ്, കോവിഡ് ഇൻകൺക്ലൂസീവ്, കോവിഡ് ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് എന്ന് എഴുതിയിരിക്കുന്ന കേസിലൊക്കെ കോവിഡ് കൊണ്ടാണ് മരിച്ചതെന്ന് എഴുതണമെന്ന് 3 കേസിൽ ഇൻക്ലൂഡിങ് ക്യാൻസർ എഴുതി വെച്ചിരിക്കുന്ന ICMRൻ്റെ ഈ പട്ടിക ഇത് ശരിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചു മകനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാമോ ഇത് ശരിയാണ്? അതാണ് പ്രശ്നം. പിണറായി വിജയൻ അതിന് കഴിയുമോ? റിയാസിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാമോ ഇത് ശരിയാണെന്ന്?
റിയാസ് പറയുമോ ഇത് ശരിയാണെന്ന്? ഈ 3 കാര്യങ്ങൾ പറയില്ലല്ലോ. വീണ ജോർജ് പറയുമോ ഇത് ശരിയാണെന്ന്? ശൈലജ ടീച്ചർ പറയുമോ ഇത് ശരിയാണെന്ന്? ഏതെങ്കിലും തലയ്ക്ക് ലെവലുള്ള ആൾ പറയുമോ ഇത് ശരിയാണെന്ന്? ICMRൻ്റെ ഈ നിർദ്ദേശങ്ങൾ ഇത് വെച്ചിട്ടൊരു കള്ളക്കണക്കുണ്ടാക്കിയിട്ട് അതും പോരാഞ്ഞിട്ട് ദിവസവും 140 പേരെ വീതം ഒരു മരണക്കണക്കിൽ ഉൾപ്പെടുത്തിയിട്ട് കുറേ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി ജനങ്ങളെ വിരട്ടുകയും ഈ പറഞ്ഞില്ലേ സ്ഥാപനങ്ങൾ പൂട്ടിയിടുകയും, നിങ്ങൾ പറയുന്ന പോലെ ഈ മൂക്കിൽ എത്ര കാലം വേണമെങ്കിലും വലിച്ചു കെട്ടിക്കൊണ്ട് നടക്കാം. സോഷ്യൽ ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മൾ നടപ്പിലാക്കി തരാം. പക്ഷേ ഈ അസംബന്ധ കണക്കുകൾ നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ കൊണ്ടുവരരുത്. അത് മനുഷ്യ സമൂഹത്തിൻ്റെ മണ്ടയിലേക്ക് വലിച്ചെറിയരുത്. നിങ്ങൾ മനുഷ്യനാണെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ എന്തെങ്കിലും അംശം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളൊരു ഭരണാധികാരിയാണല്ലോ. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിക്ക് ICMRൻ്റെ ഈ ക്രൈറ്റീരിയൻ ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു സാമാന്യ ബുദ്ധിയില്ലേ? വിശേഷ ബുദ്ധിയുള്ളവരെയാണ് മൃഗങ്ങളിൽ നിന്ന് വേർപെടുത്തി മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുമെന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇത് മാത്രമേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ.